നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പതിവ് പോലെ ഒത്തുകൂടുന്ന ആ സമയം അല്പം മുൻപോട്ട് പോയിട്ടുണ്ട്. കാരണം എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് അല്പം സാവകാശം വേണ്ടി വന്നു. കാര്യങ്ങളെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അല്പം സമയം മുൻപോട്ട് പോയി. എങ്കിലും വളരെ നേരത്തെ തന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച അതേ വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് നമുക്ക് പറയേണ്ടത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കുറച്ചും കൂടെ മുൻപോട്ട് പോകണം. അതായത് കഴിഞ്ഞ ആഴ്ച ഒരു യൗവനക്കാരനായ ദൈവദാസൻ സംസാരിച്ച ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ വീഡിയോയൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. എന്നാൽ ഞാൻ അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്തത്. ആ വീഡിയോ ഒന്നും കാണിക്കാനായിട്ട് പരിശ്രമിച്ചില്ല. കാരണം എനിക്കതിന് അങ്ങനെ ഒരു നടത്തിപ്പ് തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞ ആ ആശയം അത് വരും ദിവസങ്ങളിൽ ശക്തി ആർജിക്കേണ്ട ഒരാശയമാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. നിലവിൽ പലരുടെയും ചിന്തകളിൽ കിടക്കുന്ന കാര്യം തന്നെയാണത്. പല ദൈവദാസന്മാരുടെയും ഉള്ളത്തിൽ ആ കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് വികസിച്ച് വരും എന്നുള്ളത് ഗ്യാരണ്ടിയാണല്ലോ. അത് തന്നെയല്ല, വലിയ പങ്ക് ആളുകളും ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഭൂമിയിലുള്ളത് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അരുതുണ്ട്, അല്ലെങ്കിൽ ഒരു കൽപ്പനയുണ്ട്. എന്നാൽ അതൊന്നും ഗൗനിക്കാതെ തന്നെ വിശുദ്ധന്മാരെന്ന് പറയുന്നവർ അവർ ഭൂമിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മളൊരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവജനവും എക്കാലവും തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കേണ്ടവരാണ്. അല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകേണ്ടവരല്ല. നമ്മളൊരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രസംഗത്തിൻ്റെ വിഷയങ്ങളായിട്ട് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. എന്നാൽ അതിനു മുൻപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വൈറലായിരിക്കുന്ന ഒരാശയം, അതായത് ഒരു പ്രമുഖ സമുദായസ്ഥൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ആ വലിയ സമൂഹം, അതൊരു വലിയ സമൂഹമാണ് മലയാളക്കരയിൽ. അവരുടെ സമൂഹത്തിൽ നിന്നുള്ള ആളുകളെയൊക്കെ പണം കൊടുത്തും മറ്റു പലതും കൊടുത്തും പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ ക്രൈസ്തവ ലോകത്ത് പെന്തക്കോസ്തർ എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. മതം മാറ്റ ലോബി എന്നുള്ള ആശയത്തിലാണ് അദ്ദേഹം പറയുന്നത്. അവർ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ആളുകളെ ഇങ്ങനെ അവരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുകയുണ്ടായി. ഞാനും എൻ്റേതായ നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം മലയാളക്കരയിൽ അറിയപ്പെടുന്ന ഒരു അബ്കാരിയാണ്, ധാരാളം ബാറുകളൊക്കെ നടത്തുന്ന ആളാണ്. ബാക്കി എല്ലാ ക്രൈസ്തവർക്കും അദ്ദേഹം നല്ലൊരു സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായിട്ട് അവരൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നവരായിരിക്കാം. ഈ പെന്തക്കോസ്തർ എന്ന് പറയുന്നവർ കാര്യമായി സഹകരിക്കുന്ന ആളുകളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ശരിക്കും പറഞ്ഞാൽ പരോക്ഷമായി പൂട്ടിച്ച് കളയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പൂട്ടിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ആൾക്കാരാണ് ഈ പെന്തക്കോസ്തർ എന്ന് പറയുന്നത്. മനഃപൂർവ്വമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ് പൂട്ടിപ്പോകണമെന്ന് ഓർത്തിട്ടല്ല. കാരണം ഈ സുവിശേഷം അറിയിച്ച് ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളാണേലും ഈ സത്യമാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും അവർ പുനരുദ്ധാന ശക്തിയിൽ ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. അവർ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങളിലൊക്കെ പോയി ഈ പറഞ്ഞതുപോലെ ഈ സോമരസമൊന്നും കുടിക്കാനായിട്ട് ഉത്സാഹിക്കില്ല. അപ്പം അത് അദ്ദേഹത്തിന് ക്ഷീണം ചെയ്യുമെന്നുള്ളത് വെളിപ്പാടിൽ കണ്ടുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനെക്കുറിച്ച് പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. എന്നാലും ഞാൻ അതിൻ്റെ ഒരു മറു സൈഡും കൂടെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. അതിൻ്റെ മറു സൈഡ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്ന കേൾക്കുമ്പോൾ ചില ആളുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെയാണ് വളരെ ഭംഗിയായ നിലയിൽ പഠനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ചിലരൊക്കെ വളരെ മോശമായ നിലയിൽ അദ്ദേഹത്തെ സംബോധന ചെയ്യുകയും അദ്ദേഹത്തെ ഇകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അദ്ദേഹത്തിൻ്റെ ആശയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം അദ്ദേഹം പറഞ്ഞു. അത് തന്നെയല്ല, നമ്മളെ എല്ലാ കാര്യത്തിലും എപ്പോഴും ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെയുള്ള അവകാശങ്ങൾ തരുന്നുണ്ട്, അങ്ങനെ തരുന്നുണ്ട്, ഇങ്ങനെ തരുന്നുണ്ടെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം
നമ്മുടെ പൂർവന്മാരായ അപ്പസ്തോലന്മാരും ആദിമ പിതാക്കന്മാരെല്ലാം ക്രിസ്ത്യാനിത്വ നിമിത്തം വളരെ കഷ്ടങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ സഹിച്ചവരാണ്. അത് തന്നെയല്ല കർത്താവും തൻ്റെ വിശുദ്ധന്മാരോട് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ നിമിത്തം നിങ്ങളെക്കുറിച്ച് സകലതും തിന്മയായി പറയും, കളവായി പറയും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വരും, ക്രിസ്ത്യാനിയായിട്ട് ലജ്ജിക്കപ്പെടേണ്ടി വരും, വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിലൊക്കെ പോയി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് നമ്മൾ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം പ്രബലമായൊരു മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെക്റ്റിൻ്റെ ഭാഗമാണ്, ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പിൻ്റെ ലീഡറാണ് അദ്ദേഹം. ആ ഗ്രൂപ്പിൽ പ്രസിദ്ധനായൊരു ഗുരു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാം ഗുരുവോ അങ്ങനെ മറ്റൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ ക്രൈസ്തവ ലോകത്തുള്ള ബാക്കി എല്ലാവരെയും ഒരു ക്ലീൻ ചിറ്റ് കൊടുത്ത്, അതായത് അവർക്കൊക്കെ ഒരു നല്ല നടപ്പ് കൊടുത്താണ് വിട്ടത്. എന്നാൽ പെന്തക്കോസ്റ്റുകാരെന്ന് പറയുന്ന ഒരു കൂട്ടരെ മാത്രമാണ് അദ്ദേഹം കടന്നാക്രമിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം മതത്തിൻ്റെ വക്താവാണ്. മതവും രാഷ്ട്രീയവും എല്ലാം ഒരുമിച്ച് ചേരും. ശരിക്കും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന വിശുദ്ധന്മാരെ മതവും പൊളിറ്റിക്സും എല്ലാം ചേർന്ന് ആക്രമിക്കും. അതിൻ്റെ സാമ്പിളുകൾ മാത്രമാണ് ഇതൊക്കെ വാക്കുകൾ കൊണ്ടുള്ള ചില സാമ്പിളുകൾ മാത്രം. വരും കാലത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ മാറി മറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതര സമൂഹങ്ങളിലുള്ള, അതായത് കാത്തലിക്, ഓർത്തഡോക്സ്, മാർത്തോമ, CSI ഇങ്ങനെയൊക്കെ ഉള്ള അതിൽ മേൽപ്പട്ടക്കാർ, അതിൽ ബിഷപ്പുമാർ, അതിൻ്റെ പാത്രിയാർക്കീസ്, പോപ്പ് ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ പറയാണ്, ഞങ്ങളുടെ ഇടയിലുള്ള ആളുകളെയൊക്കെ നിങ്ങളുടെ ആളുകൾ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം മാമോദീസ മുക്കി അവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് മര്യാദയാണെന്ന് ചോദിച്ചാൽ എല്ലാ ബിഷപ്പുമാരും പറയും അതൊക്കെ തികച്ചും തെറ്റായ കാര്യങ്ങളാണ്, അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല, കർത്താവ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു കൂട്ടർ മാത്രം അനുസരണയില്ലാത്തവരാണ്. അവരെ ഇങ്ങനെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിൽ ആളുകൾ തമ്മിൽ ഛിദ്രിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. വേറെ ക്രൈസ്തവരെ എല്ലാം നോക്ക്, അവരൊക്കെ എത്ര ശാന്തരാണ്. ഇവർ മാത്രം ഇങ്ങനെ വഴിനീളം നടന്ന് ആളുകളോട് പരസ്യമായി സുവിശേഷം അറിയിക്കും, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പല മതത്തിൽപ്പെട്ട ആളുകളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാതെ അവർ ഈ ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവരാണ് എന്ന് അവരും സർട്ടിഫൈ ചെയ്യും. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൂടുമ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടും. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ഞാൻ കടത്തി പറയാം. അങ്ങനെ മുൻപോട്ട് വരുമ്പോൾ ഈ പെന്തക്കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന അതിനകത്ത് തന്നെ പ്രബല സമൂഹങ്ങളുണ്ട്. ആ പ്രബല സമൂഹങ്ങളിലുള്ള ആളുകൾ ഇപ്പോൾ ആവേശത്തിലാണ് ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. കുറച്ച് കാലം കൂടെ ചിലപ്പോൾ മുൻപോട്ട് പോകുമ്പോൾ അവരും പറയും, നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്, സമൂഹത്തിൽ അച്ചടക്കം വേണം, സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകൾക്ക് യേശുവിനെ വേണമെങ്കിൽ അവർ സ്വീകരിക്കട്ടെ, നമ്മൾ മനുഷ്യരെ ശല്യം ചെയ്യരുത്, നമ്മളെന്തിനാ അവരുടെ മനോനില തെറ്റിക്കാൻ പാകത്തിന് ഇങ്ങനെ ട്രാക്റ്റ് കൊടുക്കുകയും ഇങ്ങനെ പരസ്യമായി പറയുകയും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ പറയേണ്ട കാര്യമില്ല എന്ന് എവരും പറയുന്നൊരു കാലം വരും. ഇവരെല്ലാം കൂടെ ഒന്നായി തീരും. അപ്പോൾ പിന്നെ മിച്ചം ആരുണ്ടാവും എന്ന് ചോദിച്ചാൽ ഒരുപറ്റ സാധുക്കൾ മിച്ചം ഉണ്ടാകും. അവരെക്കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്നത് ഒരു ശേഷിപ്പ്, ഒരു റംനന്റ്, അങ്ങനെ ഒരു ശേഷിപ്പ് മാത്രമേ ഈ സത്യത്തിന് വേണ്ടി നിൽക്കും. എന്തും വരട്ടെ എന്നുള്ള നിലയിൽ ബാക്കിയുള്ളവരൊക്കെ കോംപ്രമൈസ് ചെയ്ത് പോകും. സഹോദരങ്ങളെ, ഈ സത്യത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി ധീരമായി നിന്ന ചില വീരന്മാരെ എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് ഒരു 4-5 വർഷമായിട്ട് അവർ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച അതിഭയാനകവും അതിദയനീയവുമായ കാഴ്ചയാണ്. അത് ഞാനങ്ങനെ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവും ഞാൻ ആരെക്കുറിച്ചൊക്കെ ഈ പറയുന്നതെന്ന്. എന്നാൽ എൻ്റെ കേൾവിക്കാരായ വാത്സല്യ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകില്ലെന്ന് എനിക്കറിയാം. എനിക്ക് തുറന്നു പറയുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ കൂടുതൽ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കോംപ്രമൈസ് ചെയ്യപ്പെടുന്നൊരു കാലമാണ്. അത് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, ആ സമുദായത്തിലെ പ്രമുഖനായ അദ്ദേഹം നമ്മെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ നിമിത്തം നമുക്ക് അലോസരപ്പെടേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെക്കുറിച്ച് എല്ലാവരും പറയട്ടെ, സകല തിന്മയും കളവായി പറയട്ടെ. അതായത് ശരിക്കും സത്യക്രിസ്ത്യാനികൾക്ക് എല്ലാവരും എതിരായി മാറണം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. സകലരും നമുക്ക് എതിരായി മാറണം. ഈ ലോകം എന്നെ പകച്ചു, അത് നിങ്ങളെയും പകയ്ക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിൻ്റെ ശുശ്രൂഷ സമയത്ത് ഒരിക്കലും ഹെരോദാവ് വിളിച്ചിട്ടൊരു ഡിന്നർ കൊടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല.
അതുപോലെ പീലാത്തോസ് ഒരു ഉച്ചയൂണിന് കർത്താവിനെ ക്ഷണിച്ചതായിട്ടോ പിന്നീട് സഭ ആരംഭിച്ചതിന് ശേഷം അങ്ങനെ പീലാത്തോസോ ഹെരോദാവോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയങ്കരായ ഹന്നാസോ കയ്യഫാസോ ഇവരൊന്നും വിളിച്ച് ഒരു ശാപ്പാട് കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയതായിട്ടോ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ കാണുന്ന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, അവൻ്റെ അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആ അപ്പോസ്തലന്മാരെ എല്ലാം ഈ ലോകം പകച്ചു, വാസ്തവമായും ഈ ലോകം അവരെ പകച്ചു. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകുന്നു. പക്ഷേ ഇന്ന് വിശ്വാസികൾക്കോ ശുശ്രൂഷകർക്കോ ഒന്നും യാതൊരു ഉപദ്രവങ്ങളുമില്ല. എല്ലാവരാലും മാനിക്കപ്പെടുന്നൊരു കാലമാണ്. എല്ലാവരാലും സുസമ്മതരാണ്, എല്ലായിടത്തും സമ്മതരാണ്. ഒരു 86 വയസ്സ് പ്രായമുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം ഇപ്പോൾ അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിൽ ഏതൊരു സ്റ്റേറ്റിലാണ് അദ്ദേഹം നയിക്കുന്നത്. സ്റ്റേറ്റ് ഞാൻ മറന്നുപോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, അദ്ദേഹത്തിന് ഒരു വിശേഷാൽ ഒരു അവാർഡ് അദ്ദേഹത്തിൻ്റെ നാളെ ഭൂമി ജീവിച്ചിരുന്ന കാരണത്താലല്ല, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പ്രമാണിച്ചായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടാണോ ശുശ്രൂഷ കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല സഹോദരങ്ങളെ. ഏതോ കാരണത്താൽ അദ്ദേഹത്തിന് വരും ദിവസങ്ങൾ ഒരു അവാർഡ് ലഭിക്കാൻ പോവുകയാണ്. അതെല്ലാം കേൾക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. നമ്മുടെ അപ്പോസ്തലന്മാർക്ക് ആർക്കും ഇതുപോലെയുള്ള അവാർഡോ ഇതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും അവർക്ക് ആർക്കും ലഭിച്ചില്ല. അങ്ങനെ അവർക്ക് ആർക്കും ലഭിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം അങ്ങനെ ഒരു കാലം കോംപ്രമൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അതും കൂടി ഒന്ന് കടത്തി പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ കഴിഞ്ഞു പോയ ഒരാഴ്ചത്തെ അന്തരീക്ഷം എന്നുള്ളതാണ് വാത്സല്യ സഹോദരങ്ങളെ ഞാൻ ധരിപ്പിക്കുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ സബ്ജക്റ്റിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ യൗവനക്കാരനായ ദൈവദാസൻ, ബൈബിൾ കോളേജ് അധ്യാപകൻ എന്ന് ഞാൻ അനുമാനിക്കുന്ന നല്ല പാണ്ഡിത്യമുള്ള മിടുക്കനായ യോഗ്യനായ ആ ദൈവദാസൻ ഒരു കൺവെൻഷൻ സ്റ്റേജിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ഞാൻ നമ്മുടെ ആ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിലും അത് നിക്ഷേപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് അവിടെ പോയി കാണാം അദ്ദേഹം എന്താണ് പറഞ്ഞു വെച്ചതെന്നുള്ള കാര്യം. ഞാൻ അതിന് വലിയ പ്രചാരം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ആ വീഡിയോ അങ്ങനെ തന്നെയൊന്നും കാണിക്കാത്തതും ആ പ്രസംഗത്തിനകത്ത് ഇൻസേർട്ട് ചെയ്യാത്തതും. കുറച്ചേ ഉള്ളൂ, 10 മിനിറ്റ്സിൽ താഴെയുള്ളൂ ആ വീഡിയോ. നിങ്ങൾക്ക് അത് കാണണമെന്നും ശ്രദ്ധിക്കണമെന്നും താല്പര്യമുള്ളവർക്ക് അവിടെ പോയാൽ അത് കാണാൻ കഴിയും. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയാൽ കാണാൻ കഴിയും. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം നമ്മൾ തുടങ്ങി വെച്ചത് ഇങ്ങനെയാണ്. പൊതുവിൽ ഈ കൺവെൻഷനുകളിലൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ മറ്റ് മീറ്റിങ്ങുകളിലൊക്കെ വരുമ്പോൾ ദൈവദാസന്മാരും ദൈവജനവും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് നിത്യതയൊന്നും വേണ്ട, എല്ലാവർക്കും അനുഗ്രഹം മതി, സകലരും അനുഗ്രഹത്തിൻ്റെ പുറകെ പരക്കം പായുകയാണ് എന്നുള്ള നിലയിൽ ഇങ്ങനൊരു സംസാരമുണ്ടല്ലോ. അപ്പോൾ അതിന് അദ്ദേഹം ഒരു തിരുത്ത് കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹം ഒരിത്തിരി ശോഭത്തോടെ ചോദിക്കുകയാണ്, എന്താ ഈ പറയുന്നത്? അപ്പോൾ ഈ ഇങ്ങനെ പറയുന്ന പ്രസംഗർക്കൊക്കെ എന്താ ശാപമാണോ വേണ്ടതെന്ന്? അതായത് അനുഗ്രഹം എന്നുള്ളത് നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് എന്താ? ശാപമാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു എന്ന് പറയുന്നില്ലേ? അപ്പോൾ അനുഗ്രഹം വേണോ ശാപം വേണോ എന്നുള്ള ഒരു ആശയം പഴയ നിയമത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അനുഗ്രഹം വേണോ ശാപം വേണോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് എന്താണ് ശാപം വേണോ എന്നാണ് ചോദിക്കുന്നത്. അതെന്തൊരു ചോദ്യമാണ് സഹോദരങ്ങളെ. അപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ കത്തിയിട്ടില്ല. കത്തുക മീൻസ് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നിട്ടില്ല. അദ്ദേഹം വളരെ പാണ്ഡിത്യമുള്ള ആളായിരിക്കാം. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കുറച്ച് കാണുകയല്ല. ചില മേഖലകൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് മാത്രമല്ലെന്ന് വലിയ പങ്കിനും ചില മേഖലകൾ മനസ്സിലായിട്ടില്ല. ആ കാരണത്താലാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ അവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പെട്ടെന്ന് എന്താ ചിന്തിക്കുന്നത്? ശരിയാണല്ലോ, നമുക്കെന്താ അനുഗ്രഹമല്ലേ വേണ്ടത്, ശാപമാണോ വേണ്ടതെന്ന് സാധാരണക്കാരായ വിശ്വാസികൾ ചിന്തിച്ചു പോകും. അപ്പോൾ അവരെ മിസ്ഗൈഡ് ചെയ്യുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസാണ് എനിക്ക് ഇന്ന് വിശദീകരിക്കേണ്ടത്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന വലിയ പങ്കും കേട്ടിട്ടുള്ളതാണ്. കേൾക്കാത്തവർ ഒരു പക്ഷേ ഇന്ന് ചിലപ്പോൾ നമ്മളെ കേൾക്കുന്നുണ്ടാകും. ഇന്ന് കേട്ടില്ലെങ്കിലും പിന്നത്തേതിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോഴും അവർക്ക് ആ കാര്യങ്ങൾ ഒരു കൃത്യത ലഭിക്കട്ടെ എന്നോർത്താണ് ഒന്നുകൂടെ നമ്മൾ പറയാനായിട്ട് ഉത്സാഹിക്കുന്നത്. അത് തന്നെയല്ല, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് അദ്ദേഹം കടന്നു പോകുന്നത് 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിലേക്കാണ്. 9-ാം അധ്യായത്തിൻ്റെ
ഏതാണ്ട് 10 മുതൽ അല്ലെങ്കിൽ 9 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ വിതയ്ക്കുന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വിതയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയും വിതച്ചു കഴിഞ്ഞാൽ അത് ആ വിത ദൈവം വർദ്ധിപ്പിക്കുന്നതും പിന്നെ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കേണ്ട കാര്യമൊക്കെ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വാരി വിതറി കൊടുക്കണമെങ്കിൽ എല്ലാവരും സമ്പന്നരായിരിക്കണ്ടേ? സഭ സമ്പന്നതയിലായിരിക്കണം, സഭ സമൃദ്ധിയിലായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. പെന്തക്കോസ്തിൻ്റെ ആദ്യകാലങ്ങളിലുള്ള പിതാക്കന്മാർക്കൊക്കെ പറ്റിയ വലിയ ഒരു പാളിച്ച എന്ന് പറയുന്നത് അദ്ദേഹം എടുത്തു പറയുന്നു. അതായത് അവർ പ്രോസ്പെരിറ്റിയെക്കുറിച്ച്, അതായത് ഭൗതികമായ ഉയർച്ചയെക്കുറിച്ച് കാര്യമായി പ്രസംഗിച്ചില്ല. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്നുള്ള കാര്യത്തിന് അവർ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അതേസമയം ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാരെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ അത്തരക്കാരെ സംബന്ധിച്ച് അവർ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടമില്ല എന്ന് പറയുന്നവരും അതിനെ എതിർക്കുന്നവരും അതിനെതിരെ പ്രസംഗിക്കുന്നവരുമാണ്. അതേസമയം അവർ മെറ്റീരിയൽ ബ്ലെസ്സിങ് മാത്രം, ഭൗതിക അനുഗ്രഹത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്, അതെല്ലാം ആവോളം അനുഭവിക്കാതെ അങ്ങോട്ട് ചെന്നാൽ കർത്താവ് പിണങ്ങും എന്നൊക്കെയുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. എങ്ങനെയാ മനസ്സിലായോ? ഈ കാണുന്നതെല്ലാം ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും നമ്മൾ ആവോളം ആസ്വദിക്കണം, അനുഭവിക്കണം, വെട്ടിപ്പിടിക്കണം, അങ്ങനെ മിടുക്കന്മാരായിട്ട് ഇവിടെ നിന്ന് മാറ്റപ്പെടണം. അങ്ങനെയല്ലാതെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ അറിയാമെന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുക, അന്നേരം കർത്താവ് എങ്ങനെയായിരിക്കും നിങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലെന്നുള്ളതാണ് അവർ സങ്കടപ്പെടുന്നത്. അപ്പോൾ പെന്തക്കോസ്തിൻ്റെ പൂർവ്വന്മാരെന്ത് പറഞ്ഞെന്നാണ് പറഞ്ഞത്? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളൊക്കെയുണ്ട്, അതുപോലെ നാം അനേക കഷ്ടങ്ങളുടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ഊന്നൽ കൊടുത്ത് പറഞ്ഞു. എന്നാൽ ഈ ഒരു കാര്യത്തിന് ഊന്നൽ കൊടുത്തില്ലെന്നുള്ളതാണ് പറയുന്നത്. അതിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ വ്യക്തമായൊരു മറുപടി പറഞ്ഞു. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയത്തെ കഴിഞ്ഞ ആഴ്ച 1 മണിക്കൂറിലധികം പ്രസംഗിച്ചു. ആ പ്രസംഗം മുഴുവൻ നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിലും വളരെ സീരിയസ് ആയൊരു വാക്യം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നു. ചിലപ്പോൾ ചില ആഴ്ചകളിൽ നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ നിന്ന് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ പ്രസംഗിക്കുമ്പോൾ എല്ലാം ഓർത്തിരുന്നില്ലെങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഒരു കാലത്തും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതായത് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലെ വാക്യത്തിലൂടെ നമ്മൾ കണ്ട കാര്യം എന്താ? അതായത് പൗലോസ് തൻ്റെ 2ാം മിഷൻ യാത്രയിൽ മക്കദോനിയയിലേക്ക് കടന്നു വരികയാണല്ലോ, യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ 2ാം മിഷൻ യാത്രയിൽ ഫിലിപ്പിയിൽ നിന്ന് ആരംഭിച്ച് ആ യാത്ര അഖായ പ്രൊവിൻസിലെ കൊരിന്തിൽ വന്നാണ് അവസാനിപ്പിക്കുന്നത്, ആ യാത്രയെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ യാത്രയിൽ തുടക്കത്തിൽ സ്ഥാപിതമായ സഭകളാണ് ഫിലിപ്പിയ സഭ, തെസ്സലോനിക്ക സഭ, ബെറോവയിലെ സഭ, ഈ സഭകളൊക്കെ. അപ്പോൾ ഇതെല്ലാം മക്കദോനിയ സഭകളുടെ ഗണത്തിൽപ്പെടുന്ന സഭകളാണ്. ഈ മക്കദോനിയ സഭകളെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ മക്കദോനിയ സഭകൾ വളരെ കഷ്ടതയിലായിരുന്നു, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അവർ ധാരാളം ഔദാര്യം കാണിച്ചവരാണ്, അതായത് ഔദാര്യ മനസ്കരായിരുന്നു, അവർ സന്തോഷ സമൃദ്ധിയിലായിരുന്നു. അവരുടെ സന്തോഷം മക്കദോനിയ പ്രൊവിൻസിലുള്ള സകല വിശുദ്ധന്മാരെയും സ്പർശിച്ചിരുന്നു. അവരുടെ സന്തോഷ സമൃദ്ധിയും പ്രത്യാശയിലുള്ള സമൃദ്ധിയും അതൊക്കെ മറ്റുള്ളവരിൽ വലിയ ഒരു ആശ്വാസവും അനുഗ്രഹവും ബലവുമായിട്ട് തീർന്നിരുന്നു എന്നുള്ളതാണ് ചരിത്ര സത്യം. അതാണ് ചരിത്ര സത്യം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് അവർ കഷ്ടത എന്ന കഠിന ശോധന ആയിരുന്നിട്ടും അവർ ധാരാളം ഔദാര്യം കാണിച്ചു, അല്ലേ? വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ പെരുമാറിയിട്ടുണ്ട്, വളരെ താല്പര്യത്തോടെ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ദൈവം നോക്കുന്നത് ഓരോരുത്തരുടെ ഹൃദയങ്ങളെയാണ്. അവരുടെ ആ പരിമിതമായ സാഹചര്യത്തിലും കൊടുക്കാനും വാരി വിതറാനും അവർക്ക് കഴിഞ്ഞെങ്കിൽ അതാണ് എല്ലാ കാലത്തും ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വാരി വിതരണമെന്നുണ്ടെങ്കിൽ അംബാനിനെയും അദാനിനെയും ഈ ക്രിസ്തീയ സഭയുടെ ഭാഗമാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇവിടുത്തെ ഒരു പെന്തിക്കോസ് പാസ്റ്ററുടെ സഹായം ആവശ്യമില്ല, ഒരു കഴുതയുടെ ആവശ്യമുള്ളൂ. ബോംബെയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിനടുത്തെങ്ങാണ്ടാന്ന് എനിക്ക് തോന്നുന്നത് ഈ അംബാനിയുടെ വീട്. അപ്പോൾ ആ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഒരു കഴുത ചെറിയൊരു സുവിശേഷം പറഞ്ഞാൽ പോരെ, വലിയ സുവിശേഷമൊന്നും പറയണ്ട, ചെറിയ തോതിൽ പറഞ്ഞാൽ മതി. പുള്ളിയുടെ കാർ ഇറങ്ങി വരുമ്പോൾ ഈ കഴുത അവിടെ നിന്നിട്ട് പറഞ്ഞാൽ പോരെ, മിസ്റ്റർ അംബാനി 1 മിനിറ്റ് നിൽക്കൂ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നീ ഈ പെന്തിക്കോസുകാരുടെ നടുവിലേക്ക് കടന്നു വന്നിട്ട് വാരി വിതരണം, നിന്റെ കയ്യിൽ ധാരാളം പണം ഞാൻ തന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വാരി വിതറുക എന്നൊരു പ്രോഗ്രാമുണ്ട്. ഞാൻ ഈ 2 കൊരിന്ത്യർ ലേഖനം എൻ്റെ ദാസനായ പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. ആ നിമിത്തം അവിടെ ഞാൻ വാരി വിതറുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ 112 സങ്കീർത്തനത്തിൽ പണ്ട് കാലത്ത് പറഞ്ഞു വെച്ചതാണ്. അതിൻ്റെ പൂർത്തീകരണം എന്നോണം ഒന്ന് വാരി വിതറാനുണ്ട്. ഞങ്ങളുടെ പെന്തിക്കോസുകാരുടെ കയ്യിൽ കാര്യമായിട്ടില്ല. നിന്റെ കയ്യിൽ ഞാനിതൊക്കെ തന്നിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ അദാനിനെയും ടാറ്റയും ബിർളയും കൂടെ ഈ പെന്തിക്കോസിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, വാരി വിതറാൻ വേണ്ടിയിട്ട്. അത് ഈ കഴുതിയെ കൊണ്ട് പറയിപ്പിച്ചാൽ പോരെ? അംബാനി മൂത്രം ഒഴിക്കില്ലേ കേട്ട് കഴിഞ്ഞാൽ? വറച്ചു പോവില്ലേ? അത്ര ഭയങ്കരമായിരിക്കും കഴുത സംസാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ദൈവത്തിന് ഇങ്ങനെ വാരി വിതറാൻ വേണ്ടിയിട്ട് ആളുകളെയൊക്കെ കൊണ്ടുവരാൻ ഒത്തിരി നേരമൊന്നും വേണ്ട. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ സമർപ്പണവും അതുപോലെ നമ്മുടെ ഹൃദയം ഈ പറഞ്ഞ ഔദാര്യം കാണിക്കാൻ പാകത്തിന് ഹൃദയ വിശാലതയുള്ള, അതായത് ഒരു പരമാർത്ഥ ഹൃദയത്തിന് ഉടമകളല്ലേ നമ്മൾ. അത് ഒരു വിശാല ഹൃദയമായി തീർന്നു കഴിഞ്ഞാൽ കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, ഇപ്പം ഈ ലേഖനമെല്ലാം യെരുശലേമിലെ സഭയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നത്. അല്ലാതെ പൊതുസമൂഹത്തോടുള്ള ബന്ധത്തിലല്ല ഈ കാര്യങ്ങൾ കാണുന്നത്. പൊതുസമൂഹത്തോടും നമുക്ക് കടപ്പാടുണ്ട്, ഇല്ലെന്നല്ല. എല്ലാ വ്യക്തികളോടും നമുക്ക് കടപ്പാടുണ്ട്. കഷ്ടത അനുഭവിക്കുന്ന, ആവശ്യത്തിലിരിക്കുന്ന സകല മനുഷ്യരോടും ഔദാര്യം കാണിക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ ഈ ഒരു പഠനത്തിലേക്ക് വരുമ്പോൾ, അതായത് ഈ കൊരിന്ത് ലേഖനത്തിൽ നിന്നുകൊണ്ട് മാത്രം പറയുമ്പോൾ യെരുശലേമിലുള്ള സഭയോടുള്ള ബന്ധത്തിലാണ് കൊരിന്തിലും മറ്റുള്ള വിശുദ്ധന്മാരോടും ഈ ധർമ്മശേഖരം കൊണ്ടുവരുവാനായിട്ട് പറയുന്നത്. അത് പബ്ലിക്കിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അത് വിശുദ്ധന്മാരുടെ ഇടയിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. എനിവേ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ കാര്യങ്ങൾ പറഞ്ഞ് ഈ വാക്യം ഒന്നുകൂടെ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അത് കിടക്കണം. അപ്പോൾ ഒരു വലിയ ആശയം ഉയർന്നു വന്നപ്പോൾ ആ ആശയത്തെ നമ്മൾ ഒരു വചനം വെച്ചിട്ട് ഖണ്ഡിക്കുകയാണ് ചെയ്തത്. വാരി വിതറുക എന്ന് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മക്കതോന്യ സഭകൾക്ക് ഒരു ധനസമൃദ്ധി കൊടുത്തില്ല? അവർക്കും വാരി വിതറാമല്ലോ, അല്ലേ? ഔദാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ധാരാളം കൊടുക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ അവരും സേവിക്കുന്നത്. പൗലോസാണെ ആശംസിച്ചിട്ടുമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ ആശംസ എന്താ? അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒടുവിൽ നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകലത്തിലും സമ്പന്നന്മാരാകും. അപ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇന്ന് ഞാൻ ഒരു സൂചന വിശുദ്ധന്മാരുടെ മുമ്പിൽ വെക്കുന്നത് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് സഹോദരങ്ങളെ. അത് നമ്മുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിനൊരു ഊന്നൽ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതായത് അനുഗ്രഹമല്ലാതെ പിന്നെ ശാപമാണോ വേണ്ടതെന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചല്ലോ, പരസ്യമായിട്ടാണ് ചോദിച്ചത്. ധാരാളം മുതിർന്ന ദൈവദാസന്മാരെ എല്ലാം ഇരുത്തിയിട്ട് അവരുടെ മുമ്പിൽ നിന്നിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അതായത് പൊതുവെ ആത്മാർത്ഥതയുള്ള, ദൈവസ്നേഹമുള്ള, ദൈവഭയമുള്ള ദൈവദാസന്മാർ പറയുന്നൊരു കാര്യമാണ്, ഈ തലമുറയിലെ വിശുദ്ധന്മാർക്ക് ഈ അനുഗ്രഹത്തിൻ്റെ പുറകെയുള്ളൊരു ഓട്ടമാണ്, അവർക്ക് നിത്യതയെക്കുറിച്ചൊരു ചിന്തയില്ല എന്ന് പറയുന്നത്. അതിനെ കളിയാക്കിക്കൊണ്ടാണ് ശരിക്കും അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു വേദപണ്ഡിതൻ എന്നുള്ള നിലയിൽ അതിനെ ഖണ്ഡിക്കാനായിരിക്കും ശ്രമിച്ചത്. ആ ഖണ്ഡനത്തെ നമ്മൾ മറ്റൊരു ആശയം കൊണ്ട് ഖണ്ഡിച്ച് അറബിക്കടലിൽ എറിഞ്ഞു കളയുകയാണ്. നിലനിൽപ്പില്ലാത്തൊരാശയമാണ് അദ്ദേഹം പറയുന്നത്. ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കാൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു വാക്യം അടർത്തി എടുത്തുകൊണ്ട് വന്ന് മാത്രമല്ല പ്രസംഗിക്കേണ്ടത്. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് ഇത് പണസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഇവിടെ ഈ ധർമ്മശേഖരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. ആ കാരണത്താൽ ഞാൻ അത് വിശദീകരിക്കുമ്പോൾ ഇങ്ങനെയാണ് പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ തന്നെ സമൃദ്ധിയിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, പൗലോസിൻ്റെ സമൃദ്ധിയെക്കുറിച്ചൊക്കെ. അങ്ങനെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമാണോ ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ പ്രസംഗിക്കേണ്ടത്? ബൈബിളിനൊരു ആകത്തുകയുണ്ട്, പുതിയ നിയമത്തിനൊരു ആകത്തുകയുണ്ട്, കൊരിന്ത്യർ ലേഖനത്തിനൊരു ആകത്തുകയുണ്ട്. ആ ആകത്തുക മുന്നിൽ വെച്ചുകൊണ്ട് വേണ്ടേ ഒരു ശുശ്രൂഷകൻ സംസാരിക്കാൻ? അല്ലാതെ ആ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ടാണോ പറയേണ്ടത്? അപ്പോൾ പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചുള്ള ആ ചിന്തകൾ ജനത്തിന് മുമ്പാകെ അവതരിപ്പിക്കേണ്ടതിന് പകരം അവരെ കേവലം ഭൗതികതയിലേക്കുള്ള ഒരു വിളിയാണ് വിളിക്കുന്നത്. സഹോദരങ്ങളുടെ മുമ്പാകെ ഞാൻ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാം. സഹോദരങ്ങളുടെ മുമ്പാകെ 24 മണിക്കൂർ മുമ്പ് സംഭവിച്ച ഒരു സംഭവം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഈ വാത്സല്യ സഹോദരൻ പറയുന്നു, പൗലോസ് സമൃദ്ധിയിലേക്ക് വന്നു, നമ്മളും സമൃദ്ധിയിലേക്ക് വരണം. നമ്മൾ വാരി വിതറി കൊടുക്കേണ്ടവരാണ്. പെന്തക്കോസ്തിന്റെ പൂർവന്മാർക്ക് തെറ്റുപറ്റിപ്പോയി, അവർ സമൃദ്ധി പ്രസംഗിച്ചില്ല, പ്രോസ്പെരിറ്റി പ്രസംഗിച്ചില്ല. ആ കാരണങ്ങളാൽ ആളുകൾ ഇന്നും ഉയർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നൊക്കെ സങ്കടപ്പെടുമ്പോൾ ഞാൻ വാത്സല്യ സഹോദരങ്ങളോട് പറയട്ടെ, നമ്മുടെ അയൽ രാജ്യങ്ങളിലൊന്നാണ് മ്യാൻമാർ, അതിൻ്റെ അതിർത്തി കിടക്കുന്നതാണ് തായ്ലൻഡ്. അപ്പം മ്യാൻമാറിലെ ഒരു പട്ടണത്തിലുണ്ടായ ഭൂകമ്പം, അത് റിക്ടർ സ്കെയിലിൽ 7 point something ആണ് രേഖപ്പെടുത്തിയത്. അത് സാമാന്യം വലിയ ഭൂകമ്പമാണ്.
6 വന്നാൽ വലിയ ഭൂകമ്പങ്ങളുടെ നിരയിലാണ് വരുന്നത്. ഇത് 7.7 അതിനപ്പുറവും മറ്റോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചെറിയ ഭൂകമ്പമല്ല. അതിൻ്റെ പ്രകമ്പനം, ഗൗരവമായ പ്രകമ്പനം ഏറ്റവും കൂടുതൽ അടിച്ച സ്ഥലം എന്ന് പറയുന്നത് തായ്ലൻഡാണ്. തായ്ലൻഡിലെ ബാങ്കോക്ക്. എന്താ തായ്ലൻഡിൻ്റെ പ്രത്യേകത? തായ്ലൻഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു മിനി സോതോമാണ്. സോതോം. തായ്ലൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മിനി സോതോമാണ്. അവിടെ ധാരാളം ധനാഢ്യന്മാരുണ്ട്. അവിടെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുണ്ട്, ബിസിനസ് സെൻ്ററുകളുണ്ട്. അവർ പലതരം ടൂറിസങ്ങളുണ്ട്, പലതരം ടൂറിസം. ആ ടൂറിസങ്ങളിലൂടെയൊക്കെ കോടികൾ കൊയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ യെസ്, അത്തരം ടൂറിസങ്ങളിലൂടെ കോടികൾ കൊയ്യുന്ന ആൾക്കാരാണ്. അമേരിക്കയിലെയും യൂറോപ്പിലെയും ഏഷ്യയിലെ ധനാഢ്യന്മാരും ഒക്കെ ആശ്വസിക്കാനും പിന്നെ സമയം ചെലവഴിക്കാനും ഒക്കെ പോയി മെനക്കെടുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ. അവിടുത്തെ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോയാണ് ഈ ധനാഢ്യന്മാർ വിശ്രമിക്കുന്നതും അന്തി ഉറങ്ങുന്നതും ഒക്കെ. അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഏതോ ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ സമയമൊക്കെ മറന്നുപോയി. ആ ഉച്ച കഴിഞ്ഞ് ഏതോ ഒരു സമയത്ത് പ്രാണൻ കയ്യിലെടുത്തുകൊണ്ടല്ലേ ആളുകൾ ഓടിയത്. സഹോദരങ്ങളെ, 1000-ലധികം ആളുകൾ മരിച്ചെന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. അനൗദ്യോഗികമായ കണക്ക് എത്രയായിരിക്കും? ഈ ഭയങ്കര ഹ്യൂജ് ബിൽഡിങ്ങുകളുടെ അടിയിലൊക്കെ എത്ര ആളുകൾ കിടപ്പുണ്ടെന്ന് ആർക്കറിയാം? ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉയർത്തിക്കൊണ്ട് വരുന്നത് നമ്മുടെ കൊല്ലങ്കോടിൻ്റെ പ്രദേശങ്ങളിലുള്ള പാസ്റ്ററുടെ പ്രസംഗം കേട്ട് ആത്മാവിലായി, അതുപോലെ സമൃദ്ധിയിലേക്ക് വന്ന ഒരു പറ്റം പെന്തിക്കോസുകാർ ഒരു വിശ്രമത്തിന് വേണ്ടി ബാങ്കോക്കിലേക്ക് പോയെന്ന് വിചാരിക്കുക. ശരിക്കും പറഞ്ഞാൽ അവർ നല്ല പ്രോസ്പെറിറ്റിയിലായിരുന്നു, സമൃദ്ധിയിലായിരുന്നു. പക്ഷെ ആത്മീയമായി അവർ കാര്യമായ സമൃദ്ധിയിലല്ലായിരുന്നു. ആത്മീയമായിട്ട് 2 അക്ഷരം കൂട്ടി പറയാൻ അറിയാൻ മേല. 2 4 ചോദിച്ചാൽ 4 ആകാം 5 ആകാം എന്ന് പറയുന്ന പെന്തിക്കോസുകാരായിരുന്നെന്ന് വിചാരിക്കുക. ഒന്ന് അയ്യം വിളിക്കാൻ പോലും, അയ്യോ എന്ന് പറയാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പ് വലിയ ബിൽഡിങ്ങിൻ്റെ ബീമുകൾക്കടിയിൽ അവർ ഞെരിഞ്ഞമർന്ന് ഇല്ലാതെയായി പോയി എന്ന് വിചാരിക്കുക. ഒന്ന് അയ്യം വിളിക്കാൻ പോലുമേ സമയം കിട്ടിയില്ല. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ട് അവർ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഉപവസിച്ചും എങ്ങനെയൊക്കെയോ അവർ ധനാഢ്യന്മാരായി, അല്ലെങ്കിൽ അവർ സമൃദ്ധിയിലേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ ഉപയോഗിച്ചോളാം. സമൃദ്ധിയിലേക്ക് വന്നു. പ്രോസ്പെറിറ്റി അവരാവോളം ആസ്വദിച്ചു. ആ പ്രോസ്പെറിറ്റി നിമിത്തമാണ് ആശ്വാസത്തിന് വേണ്ടിയും ഒരു കുളിർമയ്ക്ക് വേണ്ടി അവർ തായ്ലൻഡിലേക്ക് പോയെന്ന് അങ്ങ് ചിന്തിച്ചേക്കുക. അങ്ങനെ പ്രോസ്പെറിറ്റി ഒത്തിരി ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ കേരളത്തിലൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 40 ഡിഗ്രിയോ 30 ഡിഗ്രി എത്രയോ ഡിഗ്രി ചൂടാണ്. അപ്പോൾ ഈ ചൂടത്തിരുന്ന് പുകയാതെ, ഞാൻ തന്നെ ഇപ്പം ഇരുന്ന് വേർക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വലിയ വിഷമത്തിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ തൂത്ത് തുടക്കിയ മാർഗ്ഗമുള്ളൂ. തായ്ലൻഡിലേക്ക് പോകാനുള്ള പരിപാടിയൊന്നും എൻ്റെ കയ്യിലില്ല. അല്ല, ഇപ്പോൾ തായ്ലൻഡിൽ പോകണമെന്നൊന്നുമില്ല. അതുപോലെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലേക്ക് വേണേൽ പോകാം. അവിടെയാണെങ്കിൽ ചിലപ്പോൾ 8 പോയിൻ്റൊക്കെ അടിക്കുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ജക്കാർത്തയിലേക്ക് അല്ലെങ്കിൽ ജപ്പാനിലേക്ക് പോവാം. ജപ്പാനിലും 8 പോയിൻറ്റും 5 പോയിൻറ്റും 6 പോയിൻറ്റും ഒക്കെ അടിക്കാറുണ്ട് ചില സമയത്തൊക്കെ. അവിടെ പിന്നെ സുനാമിയൊക്കെ ഇടയ്ക്ക് വരും. അപ്പോൾ ഈ ഭൗതികമായ ഉയർച്ചയിലേക്ക് വന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ ആത്മീയത്തിൽ സമ്പന്നരല്ലെങ്കിൽ ക്ഷണനേരം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചുമ്മാ ഒരു 500 രൂപയുടെ പെട്ടിക്കകത്ത് കയറി പാട്ടും പാടി പോകേണ്ടി വരും. അങ്ങനെ പോയി കർത്താവിൻ്റെ സന്നിധാനത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ലജ്ജിക്കില്ലേ സഹോദരങ്ങളെ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലുള്ളത് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊരു ചോദ്യം ചെയ്യാൻ പാടില്ലെന്നേ. നിങ്ങൾ ഉയരത്തിലുള്ളത് മാത്രം അന്വേഷിച്ചാൽ മതി. അപ്പോൾ വയറ്റിലേക്ക് വല്ലതും പോകേണ്ടതെന്നൊരു ചോദ്യം അതിനിടയ്ക്കുണ്ട്. ബ്രാക്കറ്റിലൊരു ചോദ്യം കിടപ്പുണ്ട്. അതിൻ്റെ മറുപടിയാണ് പറയുന്നത്, അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ടെന്ന് മുന്നമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കുമ്പോൾ തന്നെ കർത്താവിന് വിചാരമില്ലേ? ഈ ജനം മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ എന്തായാലും കുറേ നാൾ നടന്നല്ലേ ഈ വാഗ്ദത്ത ഭൂമിയിൽ എത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ യാത്രയിൽ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് അറിയാത്ത ആളാണോ നമ്മുടെ ദൈവം? അല്ലല്ലോ. ന്യായമായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ളതൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. അങ്ങനെയെങ്കിൽ അവർക്ക് വഴിയിൽ വേണ്ടുന്നതെല്ലാം കൊടുത്തെങ്കിൽ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവനോട് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ് ഭൂമിയിലുള്ളത് അന്വേഷിക്കേണ്ട, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല. പഴയ നിയമക്കാരോട് പറഞ്ഞ ഭാഷ എന്താ? പഴയ നിയമക്കാരോട് അഥവാ ഇസ്രായേലിനോട് പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അത് ഒരു പൊതു തത്വമാണ്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ടാണ് എന്നുള്ളതൊരു പൊതു തത്വമല്ലേ? ആ പൊതു തത്വത്തെ മറികടന്നുകൊണ്ടല്ലേ പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്? പിന്നെ എന്താ? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുവൻ
വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ അവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുകയല്ലേ? സകലത്തെയും ചമച്ച ദൈവം അവന് വേണ്ടി കരുതില്ലേ? പിന്നെ അവൻ്റെ ശ്രദ്ധ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ? അവർ വാഗ്ദത്ത ഭൂമി ലക്ഷ്യമാക്കിക്കൊണ്ട് മുൻപോട്ട് മാർച്ച് ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം. ദൈവം അതാണ് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവർ വാഗ്ദത്ത ഭൂമി ലക്ഷ്യമാക്കി മുൻപോട്ട് മാർച്ച് ചെയ്യണം. അതിന് പകരമുള്ള കാര്യങ്ങളിൽ അവർ ടെൻഷൻ അടിക്കാൻ പാടില്ല, തലപുകയാൻ പാടില്ല. അവർ 24/7 ദൈവത്തിൽ ആശ്രയിക്കണം. അതാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാൻ തായ്ലൻഡ് ഇടയ്ക്കൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ തായ്ലൻഡിൽ മരിച്ച 1000-ലധികം വരുന്ന ജനത്തെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം ഓർക്കുമ്പോൾ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളാണല്ലോ, അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ ഞാനും എൻ്റെ ആ സങ്കടവും അനുശോചനവും ഈ തരുണത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്കൊന്നും ചെയ്യാനില്ല സഹോദരങ്ങളെ. ആ സഹോദരങ്ങൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇനി ഒന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ല. അവർ ജീവിച്ചിരുന്നപ്പോൾ അവരോട് ആരെങ്കിലും സുവിശേഷം പറഞ്ഞോ ഇല്ലയോ, അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിരുന്നു, ഒന്നും നമുക്കറിയില്ല. തായ്ലൻഡ്, അതിൻ്റെ തൊട്ടടുത്തുള്ള പല രാജ്യങ്ങളുണ്ട്. അതായത് തൈവാൻ എന്ന് പറയുന്ന രാജ്യം ഒരു കൊച്ചു രാജ്യമാണ്. ചൈനയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് ഓർത്തിരിക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്ത് ഈ കമ്പ്യൂട്ടറിലൊക്കെ വെക്കുന്ന ചിപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ചിപ്പ് നിർമ്മാണത്തിൽ തൈവാനെ വെല്ലാൻ ലോകത്തിലൊരു രാജ്യം പോലും ഇല്ല. അതായത് അമേരിക്ക ആകട്ടെ, ജപ്പാൻ ആകട്ടെ, ഇസ്രായേൽ ആകട്ടെ, ജർമ്മനി ആകട്ടെ, ഒരു രാജ്യവും ഈ കൊച്ചു തൈവാനെ വെല്ലാൻ കഴിയില്ല. കാരണം അവർ ആ വിഷയത്തിൽ വളരെ മുന്നോട്ട് പോയ ഒരാൾക്കാരാണ്. അവർ ധാരാളം ധനം സമ്പാദിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഫാർ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ധനസമൃദ്ധികൾ പല രീതിയിലുമുണ്ട്. ഇപ്പോൾ ചൈന ലോകത്തിലെ വൻശക്തികളിലൊന്നാണ്. അമേരിക്കയോട് ഇന്ന് മുട്ടി നിൽക്കാൻ കഴിയുന്ന വൻശക്തികളിൽ ഒന്നാണ് ചൈന. ചൈനയുടെ ആ കെൽപ്പൊന്നും റഷ്യക്കില്ല. അപ്പം ആ ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് ദൈവമൊന്നുമില്ല. ധാരാളം ധനം അവർ സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്. അവർ വളരെ പ്രോസ്പെറിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം പ്രോസ്പറാണ്, അല്ലേ? വലിയ ധനവാന്മാരുള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. വലിയ ധനവാന്മാർ, വലിയ വൻ തോക്കുകൾ അവിടെ ചൈനയിലുണ്ട്, വൻ തോക്കുകൾ. അപ്പം അങ്ങനെ ധാരാളം ധനമൊക്കെ അവർ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ നിത്യത എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ക്രിസ്തു ഇല്ലാതെയാണ് അവിടെ ആളുകൾ മരിക്കുന്നത്. ദരിദ്രനും ധനവാനും ഒക്കെ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ? ക്രിസ്തുവിനെ കണ്ടെത്തി എന്നുള്ളതല്ലേ? ക്രിസ്തുവിനെ കണ്ടെത്തിയ സമയത്ത് തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ സകല പാസ്റ്റർമാരോടും നമുക്ക് പറയാനുള്ളത്. നമുക്ക് ലോകത്തിലുള്ള ആൾക്കാരോടല്ല പറയാനുള്ളത്, സകല പെന്തിക്കോസ് പാസ്റ്റർമാരോടും നമുക്ക് പറയാനുള്ളത്, നമ്മൾ എന്ന് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയോ അന്ന് നമ്മൾ അനുഗ്രഹത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ അച്ചാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി അനുഗ്രഹ പൂർത്തിയിലേക്ക് വരണം. അത് കാഹളം ധരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇങ്ങനൊരു വലിയ പഠനത്തിലേക്ക് വന്ന മനുഷ്യരല്ലേ നമ്മൾ. അപ്പോൾ എങ്ങനെയാ തുടക്കത്തിൽ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ അനുഗ്രഹം വേണ്ടേ? പിന്നെ എന്നാ ശാപമാണോ വേണ്ടതെന്ന്? ആ മനുഷ്യനെ കുറിച്ചും അതുപോലെ ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം പെന്തിക്കോസ് പാസ്റ്റേഴ്സിനെ കുറിച്ചും സഹതാപം അല്ലാതെ വേറൊന്നുമില്ല സഹോദരങ്ങളെ. സഹതാപം അല്ലാതെ ജനത്തെ വഞ്ചിക്കുകയല്ലേ? വെളിപ്പാടുകളല്ലേ ജനത്തിന് മുമ്പാകെ വെക്കേണ്ടത്? ക്രിസ്തു എന്ന ദൈവമർമ്മത്തെയല്ലേ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്? അതിലും വലിയ സമ്പത്ത് വേറെ വല്ലതും ഉണ്ടോ? മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി എന്ന് പറയുന്ന ആള് നമ്മൾ പറയുന്ന പെന്തക്കോസ് അനുഭവത്തിലൊന്നും വന്ന ആളല്ല. അദ്ദേഹം ബ്രദറൻ സമൂഹത്തിലേക്ക് വന്നിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അങ്ങനെ വരുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതിയൊരു പാട്ടാണ് എൻ്റെ സമ്പത്ത് എന്നു ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുന്നു എന്ന്. നോക്കണം, മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന ഒരു ഉപദേശി പാട്ട് പാടുകയാണ് എൻ്റെ സമ്പത്ത് എന്നു ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുന്നു എന്ന്. സുറിയാനി സഭകളിൽ ഉണ്ടായ ഉണർവിൻ്റെ ഫലമായി ഒത്തിരി പേര് സുവിശേഷ വേലയുമായി മുന്നിട്ടിറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന പലരും എഴുതിയ പാട്ടുകളൊക്കെ നമ്മൾ പാടുന്നുണ്ട്. അതിൽ ഈ പറയപ്പെട്ടയാൾ എഴുതിയ പാട്ട് എൻ്റെ സമ്പത്ത് യേശുക്രിസ്തുവാണെന്നുള്ളത്. അത് ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഇത് എന്താ അതിനൊക്കെ മറുപടി പറയുക? മർത്തോമ പശ്ചാത്തലത്തിൽ നിന്ന ഒരു മനുഷ്യൻ ആ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ ഒരു പെന്തക്കോസ് പാസ്റ്റർ എത്രയധികം പറയുകയും പാടുകയും ചെയ്യണം. പക്ഷേ ആ വെളിപ്പാടിലേക്ക് വരുന്നുണ്ടോ നമ്മുടെ ശുശ്രൂഷകർ? അവർ ഗവേഷണം നടത്തുകയാണ്. കൊരിന്ത് ലേഖനം, 2 കൊരിന്ത് ലേഖനം, ഈ 8-ാം അധ്യായം, 9-ാം അധ്യായം, ഇത് പണത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. 8-ാം അധ്യായത്തിൽ പറയാണ്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ നമ്മെ സമ്പന്നരാക്കാൻ കർത്താവിന് പ്ലാനുണ്ട്. ഒരു വാക്യം മറഞ്ഞു കിടപ്പുണ്ട്. ആ വാക്യം ഇതാ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. പിടിച്ചോ, അങ്ങനെയല്ലോ, പ്രാപിച്ചോ. അത് ന്യൂജൻ പെന്തിക്കോസിന്റെ വാക്കുകളാണ്. പ്രാപിച്ചോ എന്ന് പറയുന്നത്.
ഇവരെങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഈ വാക്യങ്ങളൊക്കെ മറിഞ്ഞു കിടക്കുകയാണ്. ഇത് നമുക്കുള്ള വാക്യങ്ങളാണ്, നമ്മെ സമ്പന്നരാക്കാൻ ദൈവം പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതേസമയം ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരാത്ത ആളുകൾ പാടിയ പാട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടൊന്നും ലഭിക്കാത്ത ഒരു സങ്കീർത്തനക്കാരൻ, ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാം. 73-ാം സങ്കീർത്തനം, അതിൻ്റെ 25-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. അതായത് ഈ സങ്കീർത്തനം നമ്മൾ വായിച്ച 73-ാം സങ്കീർത്തനം അതിൻ്റെ 25-ാം വാക്യം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സങ്കീർത്തനക്കാരൻ ആസാഫ്, അദ്ദേഹം പറയാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്ന്. ഭൂമിയിൽ നിന്നെയല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ പഴയ നിയമ കാലഘട്ടത്തിലെ ഈ സങ്കീർത്തനക്കാരനൊക്കെ പറയുന്നു നോക്കി, ആ സങ്കീർത്തനക്കാരനേക്കാളൊക്കെ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് വരേണ്ടവരല്ലേ നമ്മൾ? ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് വരേണ്ടവരല്ലേ? അപ്പോൾ നോക്കണം, പെന്തക്കോസ്ത് അനുഭവം പ്രാപിക്കാത്ത, അതിനൊക്കെ മുൻപുള്ള സുവിശേഷ മുന്നേറ്റ കാലഘട്ടത്തിലുള്ള ഭക്തനായ ഒരു ദൈവദാസനായിരുന്നു മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ് എന്ന് പറയുന്ന കൊച്ചുകുഞ്ഞ് ഉപദേശി. അദ്ദേഹം അന്ന് അങ്ങനെ ഒരു പാട്ട് എഴുതിയെങ്കിൽ ഇന്ന് നമ്മുടെ പാസ്റ്റർമാരൊക്കെ എത്രയധികം ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചും വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ജനത്തെ ബോധ്യപ്പെടുത്തേണ്ട ആളുകളാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ പ്രസംഗം എന്താ? 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൽ ഇങ്ങനെയൊരു കാര്യം കാണുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പാസ്റ്റേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ദൈവമക്കൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾക്ക് എന്താണ്, ശാപമാണോ വേണ്ടത്, അനുഗ്രഹം അല്ലേ വേണ്ടതെന്ന്? സൗരങ്ങൾ ഇവരുടെ ഒന്നും കണ്ണ് തുറന്നിട്ടില്ല. വേണ്ട വിധത്തിൽ കണ്ണ് തുറന്നില്ലെന്ന് പറയുന്നില്ല ഞാൻ, വേണ്ട വിധത്തിൽ തുറന്നിട്ടില്ല. അങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് പറയാനായിട്ട് 10 വട്ടം ആലോചിക്കും, 10 വട്ടം. കാരണം ഈ കാര്യം ശരിയാവണ്ണം വെളിപ്പെട്ട് കിട്ടി അത് കത്തിയിട്ടുണ്ടെങ്കിൽ, സംഭവം കത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയുന്നത്? നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ? യേശു ക്രിസ്തു എന്ന ഒരേ ഒരു അനുഗ്രഹമല്ലേ പുതിയ നിയമസഭയ്ക്ക് വെച്ചിട്ടുള്ളൂ. ഈ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങളെയൊക്കെ അനുഗ്രഹമാണെന്ന് ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ പറയുക എന്ന് പറഞ്ഞാൽ അവൻ ആ ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ലെന്നാണ് ഞാൻ പറയുന്നത്. അവൻ യോഗ്യനല്ല. അവനെ ചെവിക്ക് പിടിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ പുറത്താക്കണം, അല്ലെങ്കിൽ അവനെ ഗുണദോഷിക്കണം, രണ്ടിലൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ അവൻ അപകടകാരിയാണ്. കാരണം ഈ വെളിപ്പാടുകൾക്ക് അപ്പുറം ഒരു വെളിപ്പാടില്ല. നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തിയ സമയത്ത് നമ്മൾ അനുഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞു. അതിനു മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നാം ശപിക്കപ്പെട്ടവരായിരുന്നു. ശപിക്കപ്പെട്ടവരായിരുന്ന നമ്മുടെ ശാപവും പാപവും വഹിച്ചുകൊണ്ട് ദൈവകുഞ്ഞാട് കാൽവറിയിൽ ഒരു ബലിയായി തീർന്നു. ആ ബലിമരണം വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന നിമിത്തം നമുക്ക് പാപമോചനം ലഭിച്ചു. നാം ദൈവമക്കളായി തീർന്നു. വിശ്വാസത്താലുള്ള നീതീകരണം ലഭിച്ചു. അങ്ങനെ നാം കടന്നു വന്നിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇനി എക്സ്ട്രാ അനുഗ്രഹം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഭൂമിയിൽ ഒരു ബംഗ്ലാവോ അല്ലെങ്കിൽ 1-2 കാറോ, മക്കളൊക്കെ വിദേശത്തോ, അല്ലെങ്കിൽ വേണ്ട ഇവിടെ റബ്ബർ തോട്ടമോ പുഞ്ചപ്പാടമോ ഏലത്തോട്ടമോ അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ ലഭിക്കുന്നത്, അതൊക്കെയാണോ അനുഗ്രഹം എന്നുള്ളത് കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്? ആണോ സഹോദരങ്ങളെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറയാൻ കഴിയുമോ? ഈ കഴിഞ്ഞ ദിവസം പറയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. വലിയ ധനസമൃദ്ധിയിലുള്ള ഒരു കുടുംബം, വലിയ ധനസമൃദ്ധിയിലുള്ള ഒരു പെന്തക്കോസ്ത് കുടുംബം, ആ കുടുംബത്തിലെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് അവിടെയൊക്കെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അവരെല്ലാം ഉയർന്ന തസ്തികകളിൽ ഇരിക്കുന്ന ആളുകളാണ്. ബാങ്ക് ബാലൻസ് ധാരാളമുണ്ട്. പിന്നെ പലതുകൊണ്ടെന്ന് കൂട്ടിക്കോ, ഞാൻ ഒറ്റ വാക്കിലങ്ങ് പറയാം, പലതുകൊണ്ട്. ഈ ലോകത്തിലൊരു മനുഷ്യൻ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ അവർ സർട്ടിഫൈ ചെയ്യും, യെസ് ഇവനൊരു അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ലോകത്തിൻ്റെ ഭാഷയിൽ അങ്ങനെ പറയില്ലോ അല്ലേ, അത് പെന്തിക്കോസുകാരുടെ ഭാഷയാണ്. പുറമേ നിന്നുള്ള ആളുകളാണെങ്കിൽ പറയും യെസ് ഇവനൊരു ധനാഢ്യൻ തന്നെയാണെന്ന് പുറമേയുള്ളവരും പറയും. പക്ഷെ സ്വസ്ഥത എന്ന് പറയുന്ന സംഭവം ആ കുടുംബത്തിലില്ല. ആ കുടുംബത്തിലെ എല്ലാ മക്കളും അവരുടെ കുടുംബജീവിതമൊക്കെ ആടിച്ച് പിരിഞ്ഞ ഒരു പരുവത്തിലാണ് അത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ പാസ്റ്റർമാർക്ക് മുന്തിയ സ്വോത്രകാഴ്ചയാണ് കൊടുക്കുന്നത്, വലിയ സ്വോത്രകാഴ്ചയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പാസ്റ്റർമാരെല്ലാം എന്നാ വിചാരിക്കുന്നത്? എൻ്റെ ദൈവമേ, ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ പാസ്റ്റർമാർ ചിലപ്പോൾ പറയായിരിക്കും, ദൂതന്മാർ ഇതിലെ പറന്ന് നടക്കുകയാണ്. ഇപ്പോൾ ഒരു ദൂതൻ എൻ്റെ ഇതിലൂടെ പറന്നങ്ങ് പോയി, 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ ഇതിലെ പോയി എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കളയും. സത്യത്തിൽ എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെക്കാൾ, അതായത് നമ്മൾ പറയുന്ന പുറമേയുള്ള മനുഷ്യർ,
ആ മനുഷ്യരെക്കാളും അരിഷ്ടന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് തിളങ്ങി നിൽക്കുകയാണ്. തിളങ്ങി നിൽക്കുന്ന ഒരു ബാലൻസ് ഷീറ്റാണ് അവർക്കുള്ളത്. നാട്ടുകാരുടെ മുമ്പിൽ പറയാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ സ്വസ്ഥത എന്ന് പറയുന്ന സംഭവമില്ല. സ്വസ്ഥതയില്ലാത്ത എത്രയോ കുടുംബങ്ങളാണെന്നറിയാവോ? അതായത് നമ്മൾ പറയുന്ന ഈ വേർപെട്ടവരുടെ ഇടയിൽ സ്വസ്ഥതയില്ലാത്ത ധാരാളം കുടുംബങ്ങളാണ്. അവർക്ക് അത്യാവശ്യം സ്വസ്ഥതയാണോ വേണ്ടത്, മെറ്റീരിയൽ ബ്ലെസ്സിങ് ആണോ വേണ്ടത്? അവരുടെയൊക്കെ അടുക്ക ചെന്നിട്ട് 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൽ വാരി വിതരണമെങ്കിൽ നമുക്ക് വലിയ പണം വേണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനാണോ പ്രസക്തി? ഇതുവരെ ദൈവനാമം ദുഷിക്കപ്പെട്ടിട്ടില്ല പബ്ലിക്കിൻ്റെ മുമ്പാകെ. ഒരു മുഴം കയറൊന്നും ചിലർ എടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മുഴം കയർ എടുത്താൽ പബ്ലിക് അറിയും, പക്ഷെ കയറെടുത്തിട്ടില്ല. കയറെടുത്തിട്ടില്ലെങ്കിൽ സ്വസ്ഥതയിലല്ല ഇവരൊന്നും ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആ മനുഷ്യര് ഇവർ പറയുന്ന രീതിയിൽ ധനസമൃദ്ധിയുള്ളവരാണ്. ആ ധനസമൃദ്ധി ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വാക്കുകളെ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരാം. ഒരു പുതുനിയമ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ കണ്ടെത്തുന്ന സമയത്ത് അവൻ അനുഗ്രഹത്തിലേക്ക് വന്നു. ആ അനുഗ്രഹം അവൻ സ്വീകരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ വെളിപ്പാട് നമുക്ക് ഈ പാസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ വെക്കാനുള്ളത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു അഹങ്കാരമല്ലെന്ന് ചിലപ്പോൾ ചിന്തിക്കാം. ഞാൻ പിന്നെ എങ്ങനെ പറയും സഹോദരങ്ങളെ? ഇതിങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പറയുമെന്നൊന്ന് പറയാവോ? ഏത് വിധത്തിൽ ഇത് പറയും? കാരണം ഇവരെല്ലാം അങ്ങനെയാണ് പറയുന്നത്. ഏത് പ്രസംഗകരും പ്രസംഗിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടണം, നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പത്രോസും പറയുന്നുണ്ടല്ലോ, നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, നാം അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്നൊക്കെ ഇവരെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ പൊരുൾ പലർക്കും തിരിഞ്ഞു കിട്ടുന്നില്ല. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പഴയ നിയമ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പഠനത്തിലേക്ക് പോയത്. അതായത് രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ഈ ടാബർനാക്കലിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റഡിയിലേക്ക് പോയിട്ടുണ്ട്. ഈ ടാബർനാക്കലിൻ്റെ പിക്ചറൊക്കെ വെച്ച് നമ്മളൊരു സ്റ്റഡിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. ആ പിക്ചറിലേക്ക് നോക്കുമ്പോൾ വാതിൽ തുറന്ന് നേരെ കയറി വരുന്നത് ഈ സമാഗമന കൂടാരം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പ്രാകാരത്തിലേക്കാണ്. അപ്പോൾ അങ്ങനെ വാതിൽ തുറന്ന് കയറി വരിക എന്നുള്ളതിന് നമ്മളൊരു പുതിയ നിയമ ഭാഷ്യം ചമച്ചിട്ടുണ്ട്. അതായത് സുവിശേഷം കേട്ട ഒരുവൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവൻ കടന്നു വരുന്ന ആ വരവ് പ്രാകാരത്തിലേക്കെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്കാണ്. അവൻ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരികയാണ്. രക്ഷ സൗജന്യമാണ്. രക്ഷയിൽ ഒരു കണ്ടീഷനുമില്ല, അൺകണ്ടീഷണലാണ്. അങ്ങനെ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്നവൻ അടുത്ത പടി കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവനെ സത്യത്തിലേക്ക് വഴി നടത്തി അവൻ ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് വിശ്വാസ സ്നാനത്തിന് വിധേയനായിക്കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുകയാണ്. അതിൻ്റെ അധികാരത്തോടും മഹിമയോടും കൂടെ മുൻപോട്ട് പോകാനായിട്ടുള്ളൊരു ഉത്സാഹത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഒരുവൻ അവൻ ശപിക്കപ്പെട്ടവനാണോ? അവനെ ശപിക്കപ്പെട്ടവൻ നമുക്ക് വിളിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ലേ? വാസ്തവമായി അവൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ലേ? ഈ ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങളിൽ വലിയ പങ്കിനും ഇതൊക്കെ അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു, പെന്തക്കോസ് ലോകത്തെ ബഹുഭൂരിപക്ഷത്തിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും ക്ലിക്കായിട്ടില്ല. അവരിൽ പലരും കത്തോലിക്ക വിട്ടു, പെന്തക്കോസി വന്നു. പലരും ഓർത്തഡോക്സ് വിട്ടു, പെന്തക്കോസി വന്നു. ചിലർ ഹിന്ദു സമൂഹം വിട്ടിട്ട് ഇതിലേക്ക് വന്നു. ചിലർ ഇസ്ലാം വിട്ടു വന്നു. ആ വന്നവരോടൊക്കെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, ഒരു നാൾ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ ചിലർ പറഞ്ഞു കളയും. അപ്പോൾ ഇപ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലേ? ഈ ഒരു നാൾ എന്താ ഉദ്ദേശിച്ചത്? മക്കളൊക്കെ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണോ ചിന്തിക്കുന്നത്? അതോ റബ്ബറിന് 300 രൂപ വരും എന്നുള്ളതാണോ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് ചിന്തിക്കുന്നത്? എന്താ സഹോദരങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ പെന്തിക്കോസ്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഈ അനുഗ്രഹം എന്നുള്ളത് കൊണ്ട്? എന്തെങ്കിലും ഒരു യുക്തിയോ ബുദ്ധിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പാസ്റ്റർമാർക്ക് അവർക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. എത്രയോ കോടീശ്വരന്മാരാണ് മലയാളക്കരയിലുള്ളത്, എത്രയോ കോടീശ്വരന്മാരാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. അത് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള കോടീശ്വരന്മാരൊക്കെ അശേഷം തുണി പോലും കൊടുക്കാത്ത, നൂൽ ബന്ധമില്ലാത്ത സ്വാമിമാരുടെയൊക്കെ മുമ്പിൽ പോയി കുമ്പിട്ട് കിടക്കുന്നവന്മാരാ ഈ കോടീശ്വരന്മാർ. ഇന്ത്യയിലെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്നൊക്കെ പറയുന്ന എല്ലാ കോടീശ്വരന്മാരും ഈ കഴിഞ്ഞുപോയ മാസങ്ങളിൽ കുംഭമേള നടന്നല്ലോ. ആ കുംഭമേളയോടുള്ള ബന്ധത്തിൽ ഗംഗയിലെ ആളുകൾ പോയി കുളിക്കുന്ന ഭാഗങ്ങൾ പല ഏരിയകളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അതിൽ ചില വീഡിയോസ് കണ്ട് ഞാൻ നടുങ്ങിപ്പോയിട്ടുണ്ട്. അസൽ സെപ്റ്റി ടാങ്കിൽ മുങ്ങിയിട്ട് കയറി വരുന്ന പോലെ. ഓ മൈ ഗോഡ്, പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലായ്മ തോന്നുന്നു.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ് മുങ്ങുന്നത്. വലിയ കോടീശ്വരന്മാർ, നമ്പർ 1 കോടീശ്വരന്മാർ. ആ കോടീശ്വരന്മാർക്ക് എന്തെങ്കിലും വിവേകമോ ബുദ്ധിയോ വല്ലതും ഉണ്ടോ? അവരെ അതിനെ നിർബന്ധിതരാക്കുന്ന ആരാ? അവരുടെ മതമാണ്. ആ മതം നിർബന്ധിക്കുന്നു ഇതിനകത്ത് മുങ്ങിപ്പൊങ്ങണം. നിന്റെ ഈ ധനസമൃദ്ധി അങ്ങനെ തന്നെ നിൽക്കണമോ, ഇതിനകത്തൊക്കെ മുങ്ങിപ്പൊങ്ങി വരണം എന്ന ആ മതത്തിൻ്റെ നിർബന്ധം കൊണ്ട് അവരതൊക്കെ ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? സത്യത്തിൽ ആ സെപ്റ്റി ടാങ്കി മുങ്ങിപ്പൊങ്ങിയവനാണോ അനുഗ്രഹിക്കപ്പെട്ടത്? അതെയോ കൃപയാൽ ആശ്വാസത്തോടെ കാറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മളാണോ അനുഗ്രഹിക്കപ്പെട്ടത്? ഇത് തിരിച്ചറിയാൻ കഴിയണ്ടേ? ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ പബ്ലിക്കിൽ ഒരു കൺവെൻഷനിൽ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ ഇങ്ങനൊരു മറുപടി പോലെ ഇത് പറയുന്നത്. വലിയ പങ്കും ഇങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ മാനിക്കും എന്നൊക്കെ പറഞ്ഞു. സാധാരണ നമ്മുടെ സഹോദരിമാരാണ് കൂടുതലും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഊന്നൽ കൊടുത്ത് പറയുന്നത്. കർത്താവെ മാനിക്കണമേ, നിന്റെ ദാസനെ മാനിക്കണമേ, ഇവരെ മാനിക്കണമേ, ഞങ്ങളെ മാനിക്കണമേ, അവരെ മാനിക്കണമേ എന്നൊക്കെ. സത്യത്തിൽ നമ്മൾ എങ്ങനെയാണ് മാനിക്കപ്പെടുന്നത്? പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ മാനിക്കപ്പെടുന്നത് തൻ്റെ പുത്രനെ കൈക്കൊള്ളുക നിമിത്തം നാം മാനിക്കപ്പെടുകയല്ലേ? സത്യത്തിൽ തൻ്റെ പുത്രനെ നമ്മൾ കൈക്കൊണ്ട സമയത്ത് തന്നെ നാം ആ മാനിക്കപ്പെടലിലേക്ക് വന്നില്ലേ? പിതാവ് നമ്മെ മാനിക്കുകയല്ലേ? നമ്മെ വിളിക്കുന്നത് തന്നെ എങ്ങനെയാണ്? എൻ്റെ വിശുദ്ധന്മാരെന്നല്ലേ വിളിക്കുന്നത്? ക്രിസ്തുവിലൂടെയല്ലേ നമ്മെ നോക്കിക്കാണുന്നത്? ഇന്നലെ വരെ നാം പാപികളായിരുന്നു, ഇപ്പോഴോ പിതാവ് നമ്മെ കാണുന്ന ഒരു പാപം പോലും ചെയ്യാത്ത വ്യക്തി എന്ന നിലയിലല്ലേ കാണുന്നത്? അല്ലേ? കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയാണ് നമ്മെ നോക്കിക്കാണുന്നത്. അങ്ങനെ നമ്മെ നോക്കിക്കാണുമ്പോൾ നമ്മെ വിശുദ്ധന്മാരെന്നാണ് പരിഗണിക്കുന്നത്. ഓരോ ലേഖനങ്ങളും എങ്ങനെയാണ് തുടങ്ങുന്നത്? ആ ലേഖനങ്ങളെല്ലാം കാണുന്നത് ആസിയയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനങ്ങളല്ലേ? അപ്പോൾ പിതാവ് നമ്മെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാ? വിശുദ്ധന്മാരെന്ന നിലയിലാണ്. നമ്മുടെ ഓമനപ്പേരെന്താണ്? വിശുദ്ധന്മാരെന്നാണ്. വിശുദ്ധി ഉണ്ടായിട്ടാണോ? തൻ്റെ പുത്രനിലൂടെ നമ്മെ മാനിക്കുകയാണ്, പുത്രനിലൂടെ നമ്മെ ദത്തെടുക്കുകയാണ്, പ്രിയനായവനിൽ നമ്മെ എന്ത് ചെയ്യാണ്? ദത്തെടുത്തിരിക്കുകയാണ്. അതൊക്കെ മാനിക്കപ്പെടലിൻ്റെ അനുഭവങ്ങളല്ലേ? ഇതെല്ലാം വെളിപ്പാടുകളല്ലേ സഹോദരങ്ങളെ? ഈ വെളിപ്പാടുകളിലേക്കൊന്നും ഒരുവൻ വരാതെ, പുതിയ നിയമത്തിൻ്റെ മഹത്വം വെളിപ്പെടാതെ ഒരുവൻ ഈ ഭൂമിയിൽ ധനസമൃദ്ധിയിലൂടെ സഞ്ചരിച്ചു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു അർത്ഥവുമില്ല. ഞാനിങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ പുറമേയുള്ള ആളുകൾക്കെല്ലാം എന്നോട് വരുന്ന നീരസം എന്താണെന്ന് അറിയാമോ? ഞാൻ ഇതിനെല്ലാം എതിരാന്നുള്ള രീതിയിലാണ്. അതായത് ഒരുവൻ ധനാഢ്യനാകുന്നതോ അവൻ പച്ച പിടിച്ച് കിടക്കുന്നത് കാണുന്നതോ അതിനൊക്കെ ഞാൻ എതിരാണെന്നുള്ള രീതിയിലാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, ഒരിക്കലുമല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ നിശ്ചയമായും മുൻപോട്ട് പോകണം. എനിക്ക് എല്ലാ കാലത്തും നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ ഏത് തൊഴിലാണോ എന്താണോ ചെയ്യുന്നത് അതിൽ വിശ്വസ്തരായിരിക്കണം. ഞാനും മുൻപൊരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കുറച്ച് സമയം ഉറങ്ങിക്കൊണ്ട് കൂടുതൽ സമയം ഞാൻ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. കണ്ടമാനം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ മേഖലകളിൽ അത്യുത്സാഹിയായിരുന്നു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. ചതഞ്ഞെന്നല്ല ദൈവമക്കൾ നടക്കേണ്ടത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത്, നിങ്ങളൊരു വർക്ക്ഷോപ്പാണ് നടത്തുന്നതെങ്കിൽ അത് ഉത്സാഹത്തിലായിരിക്കണം. അതിൽ നിങ്ങൾ ടോപ്പിലേക്ക് വരണം. അതുപോലെ നിങ്ങൾ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കൃഷിയിൽ നിങ്ങൾ ഉത്സാഹികളായിരിക്കണം. നിങ്ങൾ ഏതേതെല്ലാം മേഖലകളിലാണോ വ്യാപൃതരായിരിക്കുന്നത് ആ മേഖലകളിലെല്ലാം നിങ്ങൾ ഉത്സാഹികളായിരിക്കണം. നിങ്ങൾ ആടി തൂങ്ങി നടക്കാൻ പാടില്ല. നിങ്ങൾക്ക് പ്ലാനും പദ്ധതികളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുൻപോട്ട് പോകണം. അങ്ങനെ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് അനുവദിക്കുന്ന കാര്യങ്ങൾ, അതായത് ഭൗതികമായ കാര്യങ്ങൾ, അതിൽ നിങ്ങൾ തൃപ്തരായിരിക്കണം. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്ന്. നിങ്ങൾ എപ്പോഴും തൃപ്തരായിരിക്കണം, സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കണം, പിറുപിറുക്കാൻ പാടില്ല. അത് നമ്മുടെ പോളിസിയാണ്. നിങ്ങൾക്ക് ഉള്ളതിൽ നിങ്ങൾ തൃപ്തരായിരിക്കണം, നിങ്ങൾ അതിൽ സന്തോഷിക്കണം. കർത്താവ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, ആ കാര്യങ്ങളിൽ സന്തോഷിക്കുക. കൂടുതൽ കാര്യങ്ങൾ അനുവദിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ അനുവദിക്കട്ടെ. ഞാനായിട്ട് അതിനൊന്നും തടസ്സം നിൽക്കില്ല കേട്ടോ. അതിൻ്റെ പേര് ഞാൻ ഏതെങ്കിലും ഉപവാസ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കർത്താവ് ഇവർക്ക് ആർക്കും 10 പൈസ കൊടുക്കരുത് എന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാൻ പോവില്ല. ഞാൻ ആ ടൈപ്പേ അല്ല. പിന്നെ ഒരു ചിന്ത എനിക്കുണ്ട്, അതായത് എൻ്റെ അനുഭവമാണത്. ആ അനുഭവം എന്ന് പറയുന്നത്, ശാന്തമായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒത്തിരി പേര് അവരുടെ വിലയേറിയ സമയങ്ങളെല്ലാം ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി, ഈ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്, നിങ്ങളിവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം മലയാളികൾക്കും മനസ്സിലാകുന്നൊരു ഭാഷയാണ് വെട്ടിപ്പിടിക്കുക.
അപ്പോൾ അങ്ങനെ വെട്ടിപ്പിടിക്കുക എന്നുള്ള ആ ഒരു ജ്വരം കയറിയിട്ട് അതിനുവേണ്ടി പരക്കം പാഞ്ഞ് നടന്ന് പലതും വെട്ടിപ്പിടിച്ചു. അങ്ങനെ വെട്ടിയൊക്കെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നരച്ചു തുടങ്ങി. അങ്ങനെ നര മൂത്തു വന്നു. നിങ്ങൾ അതിനിടയ്ക്ക് വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ച് നിങ്ങളിങ്ങനെ ചാരി കിടന്നുകൊണ്ട് തിന്നുക, കുടിക്കുക. എൻ്റെ കർത്താവ് എന്നെ, മറ്റേ പുള്ളി പറഞ്ഞ പോലെ അല്ല കേട്ടോ, അവൻ ചുമ്മാ മനസ്സിൽ പറഞ്ഞത് തന്നെ, ഞാനെല്ലാം സമ്പാദിച്ചിട്ടുണ്ട്, ഞാൻ ഇനിയും സമ്പാദിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി മനസ്സിൽ പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞത് മൂഢാ എന്നാ വിളിച്ചത്. നമ്മളെ അങ്ങനെ വിളിക്കില്ല. കാരണം നമ്മൾ കൃപയിൽ ആശ്രയിച്ചല്ലേ വെട്ടിപ്പിടിക്കുന്നത്. നമ്മളെല്ലാം വെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ വെട്ടിപ്പിടിച്ച് അതിനെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. എപ്പോൾ സജി പാസ്റ്റർ കണ്ടാലും ഒരു സ്വതകാഴ്ച കൊടുത്തിരിക്കണം. അയ്യോ പാസ്റ്റർ പ്രാർത്ഥിക്കണം, വെട്ടിപ്പിടിക്കാനുള്ളതല്ലേ. അങ്ങനെ ഏത് പാത്രം കണ്ടാലും കൊടുക്കും, ആർക്കും കൊടുക്കും, എന്തും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ. പക്ഷെ നമ്മളിങ്ങനെ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മളിവിടെ സമ്പന്നരാകാൻ വിളിക്കപ്പെട്ടതാണെന്നുള്ളത്. നിങ്ങളെ എല്ലാം മുൻനിർത്തി അല്ല കേട്ടോ ഞാനീ പറയുന്നത്. പൊതു പെന്തിക്കോസിനോടാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഞാൻ ഈ പറയുന്ന കാര്യത്തോട് യോജിക്കില്ല. കാരണം നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും കാൽവറിയിലെ ബലിപീഠം കണ്ണാല കണ്ടിട്ടുള്ളവരാണ്. ആ ബലിപീഠത്തിൽ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ കൈവിട്ടത് അടുത്തു നിന്ന് കണ്ടവരാണ്. അല്ലേ? അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നുള്ളത് കാതുകളിൽ മുഴങ്ങിയിട്ടുള്ളതല്ലേ? നിങ്ങൾ ഈ ലോകത്തിന്റെ പുറകെ പരക്കം പാഞ്ഞ് നടക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പൊതുവായി പറയുകയാണ്, നമ്മളൊരു വലിയ സമൂഹമല്ലേ, ചെറിയ സമൂഹമൊന്നും അല്ലല്ലോ, വലിയ സമൂഹമാണ് മലയാളി പെന്തിക്കോസ് എന്ന് പറയുന്നത്. ഇന്നത്തെ മലയാളി പെന്തിക്കോസിന് നിത്യതയെക്കുറിച്ചൊരു ചിന്തയില്ല. അവരതൊക്കെ മറന്നു കഴിഞ്ഞു. അവർ ഈ ഭൂമിയിൽ എങ്ങനെ ഭൗതികമായി ഉയരാം, ഭൗതികമായി അതിൻ്റെ മേൽത്തട്ടിലേക്ക് വരാം എന്നൊക്കെയുള്ള ചിന്തയിൽ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൂചന, ഒരു നിഴൽ പോലെ പറയാവുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ. അതായത് അവർ ഈജിപ്തിലായിരുന്നൊരു കാലമുണ്ടല്ലോ, അതിൻ്റെ അവസാന സമയത്തേക്ക് വരുമ്പോഴത്തേക്കും അവർ വലിയ ധനാഢ്യരായി. ഗോശൻ ദേശമൊക്കെ അവർ അടക്കി വാഴുകയാണ്. വലിയ കൃഷിയും അതുപോലെ നാൽക്കാലി സമ്പത്തും ഒക്കെ ആയിട്ട് അവരങ്ങനെ വലിയ ബാങ്കിങ് മേഖലകളിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. അങ്ങനെ ജോസഫുമായി ബന്ധപ്പെട്ട ജോസഫിൻ്റെ സഹോദരങ്ങളല്ലേ, അതായത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാവുന്ന പ്രിവിലേജ് ഒക്കെയുണ്ട്. അപ്പോൾ അവർക്ക് വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചൊരു ചിന്തയില്ല. കനാൻ ദേശം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ദേശത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ ചോദിക്കും അത് എവിടെ, ഏതാന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു കാലം വന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ ചിന്താമണ്ഡലങ്ങളെ ഉണർത്താൻ വേണ്ടി ജോസഫിനെ അറിയാത്തൊരു ഫറവോയെ രംഗത്ത് കൊണ്ടുവന്നു. കാരണം എന്താ? ഈ ജനത്തിന്റെ ഉള്ളിൽ നിന്ന് വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ വിട്ടുപോയി. അതായത് പിതാക്കന്മാർ അന്തിയുറങ്ങുന്ന ദേശം, അതിൻ്റെ സൂചന തന്നെ ജോസഫ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് പ്രയാണം ചെയ്തു പോകുമ്പോൾ എൻ്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോകണമെന്നുള്ളത്. അതൊക്കെ ചില സൂചനകളാണ്. അവരെല്ലാം മറന്നുപോയി, അസ്ഥിയും മറന്നുപോയി, എല്ലാം മറന്നുപോയി. അവരവിടെ അങ്ങനെ വിഹരിച്ചിരിക്കുന്ന സമയത്താണ് അവരെ ഇളക്കിയത്. ആ ആശയമാണ് പൊതുവിൽ ഈ സുബോധമുള്ള ദൈവദാസന്മാർ പറയുന്നത്. ഇന്നത്തെ ജനം അവർ നിത്യതയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ലോക കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ഒരു വിഷയം വെച്ചിട്ടാണ്. നോക്കണം, അവരെ ഇളക്കി മറിച്ച് അവിടെ നിന്ന് ഓടിച്ചു കൊണ്ടുപോവുകയാണല്ലോ. അങ്ങനെ അവരെ അവിടെ നിന്ന് കൊണ്ടുപോയി മരുഭൂമിയിൽ എത്തിയതിന് ശേഷവും അവർ ഈ വാഗ്ദത്ത ഭൂമി എന്നുള്ള ചിന്തയൊക്കെ വിട്ടുപോയി. മരുഭൂമിയിൽ അവർ കറങ്ങി അവസാനം അവർ പറയുകയാണ്, മരുഭൂമിയിൽ ഞങ്ങൾക്ക് വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, ഇവിടെ കുടിപ്പാൻ വെള്ളവുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മരുഭൂമിയിൽ തരൂ എന്നാണ് പറയുന്നത്. ശരിക്കും നാളുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ തരും, ഇതല്ല ഇതിലപ്പുറം തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പം 4 കൂട്ടം കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇതിലപ്പുറം 7 കൂട്ടം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ 7 കൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും അവർക്കില്ല. ആ കാര്യങ്ങളെല്ലാം വാഗ്ദത്ത ഭൂമിയിലാണ്, അഥവാ പ്രോമിസ്ഡ് ലാൻഡിലാണ് അതൊക്കെ അവർക്ക് വേണ്ടി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ആ ദേശത്ത് ചെന്ന ദേശം പിടിച്ചടക്കി അത് അവർ അനുഭവിക്കേണ്ടതാണെന്നുള്ള ചിന്തയൊക്കെ മറന്നുപോയി. അതൊക്കെ മറന്നുപോയിട്ട് അവർ മരുഭൂമിയിൽ കറങ്ങുകയാണ്. ആ കറങ്ങുന്ന കറക്കത്തെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കും, അവരതിനിടയിൽ ദുർമോഹികളായി തീർന്നെന്നാണ് പറയുന്നത്. പലതിനെയും ചൊല്ലി അവർ പിറുപിറുക്കുകയും ദുർമോഹികളുമായി തീർന്നു. ഈ സമയത്ത് ഇവര് ദൈവസന്നിധിയിൽ ഉണർത്തിയ ഒരു കാര്യമാണ്. ഇത് തെറ്റായ കാര്യമാണെന്ന് ചോദിച്ചാൽ ഇതൊരിക്കലും തെറ്റല്ല. ഇസ്രായേലിൻ്റെ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അസ്ഥാനത്താണെന്ന് മാത്രമേ ഉള്ളൂ. അത് ലഭിക്കുമെന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ? വാഗ്ദത്ത ഭൂമിയിലാണ്. അത് ഇവിടെ കിട്ടുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം അവര് പറയാത്ത സമയത്ത് ചോദിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മരുഭൂമിയിൽ കറങ്ങുന്ന സമയത്തും അവരുടെ ഉള്ളിൽ നമുക്ക് വേഗം യോർദാൻ കടക്കണം, നമുക്ക് വേഗം വാഗ്ദത്ത ഭൂമിയിൽ എത്തണം, നമ്മളിവിടെ ഒത്തിരി കറങ്ങിപ്പോയി,
നമുക്ക് വേണ്ടി അവിടെ ഒത്തിരി കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. പാലും തേനും ഒഴുകുന്ന അനുഭവങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതൊക്കെ പ്രാപിക്കേണ്ടതുണ്ട്, അതൊക്കെ നമ്മുടേതാക്കി മാറ്റേണ്ടതുണ്ട്. നമുക്ക് വേഗം മുൻപോട്ട് പോകണം എന്ന ചിന്ത അവരെ ഭരിച്ചില്ല. അവർ വേറെ പല മോഹങ്ങളിലും അകപ്പെട്ടു എന്നല്ലേ നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് വായിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ എന്ന് പറയുന്നവര് നിത്യതയെക്കുറിച്ച് ചിന്തയില്ലാതെ അവർ പല കാര്യത്തെയും കുറിച്ച് വിലപിക്കുകയാണ്, പരക്കം പായുകയാണ്. മാർത്തയുടെ ശിഷ്യന്മാരായി മാറുകയാണ്. മാർത്ത പലതിനെയും ചൊല്ലി വിലപിക്കുകയല്ലായിരുന്നു, അല്ലേ? മാർത്ത പലതിനെയും ചൊല്ലി ഇങ്ങനെ പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മാർത്ത. അപ്പൊ ആ മാർത്തയുടെ ശിഷ്യന്മാരായി മാറാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇത്തരണത്തിൽ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? നമ്മൾ പറഞ്ഞു വന്നത്, ഒരുവൻ വിശ്വാസ മാർഗത്തിലേക്ക് ചൂട് വെക്കുമ്പോൾ അവൻ അനുഗ്രഹം അനുഭവിച്ചു തുടങ്ങിയാണെന്ന് പറഞ്ഞല്ലോ. അവൻ വാസ്തവമായി അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയണമെങ്കിൽ കാഹളം ധ്വനിക്കണം. കാഹളം ധ്വനിച്ച് അവൻ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ എത്തിപ്പെട്ട് അവൻ്റെ ജീവിതത്തിൽ കർത്താവ് പണിതിട്ടുള്ള പണികളെല്ലാം അവിടെ വെളിപ്പെട്ട് വരും. അതെല്ലാം അവിടെ വെളിപ്പെട്ട് വരുമ്പോൾ അതൊന്നും നിലനിൽക്കുന്നില്ലെങ്കിൽ അവൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും? അവൻ്റെ ജീവിതത്തിൽ ദൈവം വെച്ച പണികളുണ്ടല്ലോ, അതായത് അവൻ ക്രിസ്തു എന്ന തലയോളം വളരുകയും ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയുകയും അതുപോലെ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിക്കുകയൊക്കെ ചെയ്യണ്ടേ? അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമല്ലേ അവൻ പൂർണ്ണമായും അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയാൻ കഴിയുള്ളൂ. അനുഗ്രഹത്തിൻ്റെ അഡ്വാൻസ് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ അനുഗ്രഹ പൂർത്തിയിലേക്ക് നമ്മൾ വരണം. നാം മറ്റുള്ളവരെ, പത്രോസ് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? നമ്മുടെ ഉപദേശിയുടെ വിഷയം എന്താണ്? നിങ്ങൾക്ക് അനുഗ്രഹം വേണോ അതോ ശാപം വേണോ എന്നുള്ളതാണല്ലോ അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളിതൊക്കെ പറയുന്നത്. പത്രോസ് പറയാണ്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട്. അപ്പം നമ്മെ വിളിച്ചിരിക്കുന്ന എന്തിനാണ്? അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. പുതിയ നിയമസഭയുടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ ആളാണ് പത്രോസ് ലീഗ. ആ പത്രോസ് ലീഗ പറയുകയാണ്, നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പത്രോസ് ഉദ്ദേശിച്ച അനുഗ്രഹം എന്തായിരിക്കും സഹോദരങ്ങളെ? അംബാനിയോടും അദാനിയോടും ചേർന്ന് നമ്മൾ ഈ ഭൂമിയിൽ കോടീശ്വരന്മാരായി മാറിയതിന് ശേഷം അത് കുറച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വാരി വിതരണം എന്നുള്ളതാണോ പത്രോസ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും അതിനൊക്കെ? ഉത്തരവൊന്നും ആരും പറയണ്ട, സമയമില്ല. എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പത്രോസ് പറയുകയാണ്, വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നോക്കണം, നമ്മൾ അനുഗ്രഹം അനുഭവിക്കുകയാണ്. ഇപ്പോൾ നാം ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്, അല്ലേ? ക്രിസ്തുവിനെ അനുഭവിക്കുന്നുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നത്, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ പല സമയങ്ങളിലും നമ്മൾ പറയാറില്ലേ, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കപ്പുറതിയില്ലെന്ന്. എന്താ അത്? നിങ്ങൾക്ക് എന്തെങ്കിലും പുഞ്ചപ്പാടം കിട്ടിയതുകൊണ്ടാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഈ ലോകത്തെ കാര്യങ്ങൾ കിട്ടിയതുകൊണ്ടാണോ നമ്മുടെ സന്തോഷത്തിന്റെ കാരണം? സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? ഈ ലോകക്കാർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ സന്തോഷമുണ്ടായി. പക്ഷെ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവന്റെ സന്തോഷവും സന്തോഷ സമൃദ്ധി എന്ന് പറയുന്നത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചുകൊണ്ടാണോ? ആണോ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചുകൊണ്ടാണോ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്? ചിന്തിച്ചു നോക്കി. നമ്മളെ സംബന്ധിച്ച് നാം ക്രിസ്തുവിനെ അനുഭവിക്കുകയല്ലേ സഹോദരങ്ങളെ? എന്തെല്ലാം മർമ്മങ്ങളാണ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്യാൻ പാകത്തിന് ഒരു റിവിഷൻ എന്നോണം നിങ്ങൾ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ ഒരു വിഷയം പ്രസംഗിച്ചു പോകുമ്പോൾ മുൻകാലത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുണ്ടല്ലോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പക്ഷെ പല സ്ഥലത്തും കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളുടെ പൗലോസിന്റെ മിഷൻ യാത്രകളോടുള്ള ബന്ധത്തിലെ ആ ധ്യാന സമയങ്ങൾ, 1-2 മിഷൻ യാത്രകൾ നമ്മൾ അടുത്ത് നിന്ന് കണ്ടല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ എത്ര ഗൗരവമായ കാര്യങ്ങളാണ് കണ്ടത് പൗലോസിന്റെ പ്രസംഗങ്ങളിലൂടെ. പൗലോസ് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ ഉയർത്തുന്ന സമയം, അങ്ങനെ ആ ക്രൂശിന്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്ത് നിന്ന് കണ്ട കാഴ്ചകൾ ഭയങ്കര കാഴ്ചകളല്ലേ?
ഞാൻ ഈ വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പോവുകയായിരുന്നു. അതിൽ ഈ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലെ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് ഈ അനുഗ്രഹശാപം എന്നുള്ള വിഷയം ഇങ്ങനെ ചിന്തിച്ചു പോയപ്പോഴാണ് വലിയ പങ്ക് പണ്ഡിതരും പഠിപ്പുള്ളവരെന്നൊക്കെ പറയുന്ന ശുശ്രൂഷകർക്ക് ഈ അനുഗ്രഹം എന്താ, നന്മ എന്താ എന്നൊന്നും അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ അനുഗ്രഹം ഞാൻ പറഞ്ഞു ക്രിസ്തുവാണെന്ന്. ബാക്കിയുള്ള കാര്യങ്ങളെയെല്ലാം പൗലോസ്ലീഹ എന്താ പറയുന്നത്? ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും ചവറാണെന്നുള്ളതാണ്. യൂസ് ആൻഡ് ത്രോകൾ. അതിനെ എങ്ങനെ അനുഗ്രഹം എന്ന് വിളിക്കും? ഈ ലോകത്തിലുള്ള സകല സാധനങ്ങളും. അപ്പോൾ ഈ റോൾസ് റോയ്സ് കാറോ, അത് വലിയ കോടികൾ വിലയുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ പറയുന്ന ബെൻലി എന്ന് പറയുന്ന കാറിന് 5 കോടിക്ക് മുകളിൽ വില വരും. ഈ റോൾസ് റോയ്സിനും ഒക്കെ അതുപോലെ തന്നെയാണ്. അതുപോലെ കാഡിലാക്ക്, അങ്ങനെ വേറെ ഏതൊക്കെയോ കിടപ്പുണ്ട്. ഇതൊക്കെ ഭയങ്കര വിലയുള്ള സാധനങ്ങളാണ്. ഇതിനെല്ലാം നോക്കിയിട്ട് ഒറ്റ വാക്കിലാണ് പൗലോസ്ലീഹ പറയുന്നത്, സകലതും ചവറാണെന്ന്. ഏതെങ്കിലും ഒരു കാര്യം ഒഴിച്ചു വെച്ചിട്ടുണ്ടോ? സകല കാര്യത്തെ നോക്കിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വിശുദ്ധന്മാർ വെളിപ്പാടിൽ നിൽക്കുമ്പോൾ അവരെങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? ചവറെന്ന് പറയുമ്പോൾ അത് ചവറെന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ എടുക്കുന്നത്. പിന്നെ എന്താ? ഇതൊക്കെ നിരർത്ഥകമാണ്. എന്ന് വെച്ചാൽ ഇതിനൊന്നും വാല്യൂ ഇല്ലെന്നുള്ളതാണ്. ഇതെല്ലാം യൂസ് ആൻഡ് ത്രോകളാണ്. എല്ലാം ഉപയോഗിക്കാം. ഇതൊന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നതല്ല. ഇതിൻ്റെ പേര് നമ്മൾ പുതിയ ഫിലോസഫി ഒന്നും ഇറക്കരുത്. അതായത് നമ്മളിവിടെ അന്യരും പരദേശികളുമാണെന്നുള്ള അടിസ്ഥാന തത്വം മറക്കരുത്. ദൈവമക്കളും ദൈവദാസന്മാരും നമ്മളിവിടെ ക്ഷണികന്മാരാണ്, നമ്മൾ യാത്രക്കാരാണ്. അതൊക്കെ മറന്നിട്ട് എങ്ങനെ ഒരു പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ കഴിയും? തൻ്റെ വിശ്വാസികളോട് അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവനെ പോലെ മരമണ്ടൻ ഉലകത്തിലുണ്ടോ? 70 ഏറിയല്ല 80, അതിൽ കൂടുതൽ ആർക്കാ ഉള്ളത്? അല്ലെ 90, 100 കൂട്ടിക്കോ? ഈ പറയുന്നൊരു പീരീഡിൽ നമ്മൾ യാത്രയിലാണ്. ആ യാത്ര എവിടെയെങ്കിലും പര്യവസാനിക്കില്ലേ? അത് പര്യവസാനിച്ചു കഴിഞ്ഞാൽ നാം ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെയല്ലേ പിന്നീട് നിൽക്കുന്നത്. അതിനിടയിൽ വേറെ കാര്യങ്ങളില്ലെന്ന് ചോദിക്കും. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഞാൻ ഒറ്റയടിക്ക് നിങ്ങളുടെ മുമ്പാകെ അത് വെക്കുകയാണ്. പിന്നത്തേതിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണോ വേണ്ടയോ? അവിടെ നിൽക്കുമ്പോൾ സകല കിതാബുകളും തുറക്കില്ലേ? നമ്മുടെ ജീവിതം അവിടെ അനാവരണം ചെയ്യില്ലേ? മുഴുവനും ക്രിസ്തുവിനെ കണ്ടെത്തി അന്ന് മുതൽ മരണം വരെ, അല്ലെങ്കിൽ കാഹളം വരെ, ആ സമയം വരെയുള്ള നമ്മുടെ ജീവിതം അവിടെ തുറക്കില്ലേ? അങ്ങനെ തുറന്നു കൊണ്ടുവരുമ്പോൾ കൊട്ട തുറന്നു നോക്കുമ്പോൾ ഒന്നുമില്ല കാണാൻ. കുറെ ഈച്ചയും പാറ്റയൊക്കെ അതിലെ പറന്ന് നടപ്പുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സ്വർഗത്തിലെ പാണ്ഡികശാലയിൽ നിക്ഷേപമൊന്നും ഇല്ലെന്ന്, അങ്ങനെയല്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ നിക്ഷേപം ഉയരത്തിലായിരിക്കണമെന്ന്. അപ്പം നിക്ഷേപമൊന്നും ഇല്ലാത്ത ഒരുവൻ ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്ന ആ ഒരു നിൽപ്പ് ഭാവന കണ്ടിട്ട് നമുക്ക് ഇന്നങ്ങ് പിരിഞ്ഞേക്കാം. എന്തിനാ അധികം പ്രസംഗിക്കുന്നത്? അധികം പ്രസംഗിക്കണോ? എനിക്ക് ഒത്തിരി പോയിന്റ് ഒന്നും നിങ്ങൾക്ക് തരാനില്ല കേട്ടോ. എനിക്ക് പോയിന്റ് ഒന്നുമല്ല വിഷയം. വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുകയാണ് നിങ്ങൾ ഉയരത്തിൽ നിക്ഷേപമുള്ളവരായിരിക്കണമെന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് 70 ഏറിയാൽ 80, അല്ലെ 90, 100, 110 ഒക്കെ കൂട്ടിക്കോ. ഇത് കഴിഞ്ഞ് എന്തായാലും ഇവിടുന്ന് പോകണം. പോയേ തീരൂ. ഏത് കൊമ്പത്തെ പാച്ച് പ്രാർത്ഥിച്ചാലും കാര്യമില്ല, പോയേ തീരൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നത്തേതിൽ നമ്മൾ നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെയാണ്. അങ്ങനെയെങ്കിൽ ചിന്തിക്കേ. ബാക്കി ഇടയിലുള്ള കാര്യമൊക്കെ ഇപ്പോൾ മറന്നേക്കുക. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ നിക്ഷേപങ്ങളെല്ലാം പുറത്തെടുക്കാൻ പറയുമ്പോൾ ഗബ്രിയേലും മീഖായേലും നിക്ഷേപമെല്ലാം പുറത്തെടുക്കുകയാണ്. നമ്മുടെ നിക്ഷേപം തുറന്നെടുക്കും, അതിനകത്ത് ഈച്ചയും പാറ്റയൊക്കെ പറന്ന് കിടക്കുകയാണ്. ഒന്നുമില്ല, യാതൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടില്ല, ഉത്സാഹിച്ചിട്ടില്ല, അതിനുവേണ്ടി നമ്മൾ ചെലവായി പോയിട്ടില്ല. അങ്ങനെ ഒരു സമർപ്പണാനുഭവത്തിലല്ലായിരുന്നു നമ്മൾ. അപ്പോൾ ഈ സൂം മീറ്റിങ്ങിലൊക്കെ വന്ന് കേൾക്കുന്നതോ അതൊക്കെ ഇങ്ങനെ ഒരു ചടങ്ങെന്നോണം ഇങ്ങനെ കേൾക്കാൻ പോയി, അങ്ങനെ കേട്ടോണ്ടിരുന്നു. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും അങ്ങേരുടെ പ്രസംഗം കേട്ടാൽ തന്നെ, അല്ലേ? ശരിക്കും ഞാനും ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് കേട്ടോ സഹോദരങ്ങളെ, നിങ്ങൾക്ക് അങ്ങനെ വല്ല ദേഷ്യം വരുമോ ഇല്ലയോ എന്നൊക്കെ. പലവിധമായ പ്രതിസന്ധികളിലൂടെ പോകുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. പ്രതിസന്ധികളിലൂടെ, ഭയാനകമായ വിഷയങ്ങളിലൂടെ. എനിക്കറിയാം പലതും, എനിക്കറിയാം. നിങ്ങൾക്ക് പലർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. വലിയ പ്രതിസന്ധികളിലൂടെ കൊടുങ്കാറ്റടിക്കുന്ന ജീവിതങ്ങളുണ്ട്. പക്ഷെ അവരെയൊന്നും ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും പ്രസംഗത്തിൽ പറയാറില്ല. ഞാനത് ചിന്തിക്കാറുണ്ടായെന്താ, അവരെയൊക്കെ ആശ്വസിപ്പിക്കണ്ടേ? ശരിക്കും ഇവിടെയുള്ള 90% പാസ്റ്റേഴ്സും ആശ്വാസം പറയുന്നവരാ. എല്ലാവരും ആശ്വസിപ്പിക്കുന്നവരല്ലേ. ഇനി ഞാൻ ഒരുത്തരും കൂടെ ആശ്വാസം പറയുന്നോ വേണോ? എന്നെ സംബന്ധിച്ച് നിങ്ങളെ കാര്യങ്ങളെ ധരിപ്പിക്കുക, ഉപദേശ വിഷയങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുക. അതായത് നമുക്കെതിരെ വരുന്ന ചില തീയമ്പുകൾ
ഇതിപ്പോൾ തീയമ്പായി വരുന്നത്. നിങ്ങൾക്ക് എന്താ ശാപമാണോ വേണ്ടത്, അനുഗ്രഹമല്ലേ വേണ്ടത് എന്നൊക്കെ ഒരു ഉപദേശി ചോദിക്കുമ്പോൾ അത് പുറത്തുള്ളൊരു ഉപദേശിയല്ല, കർത്താവ് വേലയ്ക്ക് വിളിച്ചിട്ടുള്ളൊരു ഉപദേശിയാണ് ചോദിക്കുന്നതെന്ന് ഓർക്കണം. പുറത്തുള്ള ഒരാളാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം, ഒറ്റയടിക്ക് പറയാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അകത്തുള്ള ഉപദേശി അങ്ങനെ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ആളുകൾ തലകുത്തും. അപ്പം ചിന്തിക്കില്ലേ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാകട്ടെ, നമ്മളിങ്ങനെ കിടന്നാൽ മതിയോ, നമുക്കൊരു ഉയർച്ചയൊക്കെ വേണ്ടേ എന്ന ആളുകൾ ചിന്തിക്കും. അതേസമയം പണ്ടത്തെ പാട്ടൊന്നും ഇപ്പം നിങ്ങളാരും പാടാറില്ലല്ലോ. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുന്നു എന്നൊക്കെയാണ് അന്ന് പാടിയത്. അതുപോലെ മോശവത്സലത്തിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിൽ ആശ്വാസമേ എനിക്ക് ഏറെ തിങ്ങിയിടുന്നു എന്നുള്ള പാട്ട്. മോശവത്സലൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം LMSന്റെ ഒരു പ്രവർത്തനമായിരുന്നു. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച്, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച, മിഷണറിമാരോട് ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹം LMSന്റെ ഒരു പ്രവർത്തനമായിരുന്നു. മിഷണറിമാരോട് ചേർന്ന് പ്രവർത്തിച്ചയാളാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്. അദ്ദേഹം എഴുതിയ ഒത്തിരി പാട്ടുകളുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായൊരു പാട്ടാണ്, നമ്മുടെ ഇടയിലൊക്കെ കഠിനമായ വേദനയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ പാടി സന്തോഷിച്ച് ആശ്വസിക്കുന്ന പാട്ടാണത്. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു എന്നുള്ള പാട്ട്. ആ പാട്ടിൻ്റെ ഒടുവിലാണ് പറയുന്നത്, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധിയിൽ ചെന്നാൽ മതിയെന്ന്. ഒരു കാലത്ത് സുവിശേഷം മുന്നേറ്റം ഉണ്ടായപ്പോൾ അവർക്ക് ലഭിക്കപ്പെട്ട വെളിപ്പാടിൽ അവരെഴുതിയ കാര്യങ്ങളാണ് അതൊക്കെ. നമ്മൾ ആ വെളിപ്പാടിൽ നിന്നൊക്കെ മാറിപ്പോയത് കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്കിപ്പോഴും ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നത്. എനിവേ, ഞാൻ ഈ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം തുറന്നു വെച്ചിട്ടാണ് വേറെ പല ഭാഗത്തേക്കും പോയത്. അതായത് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12, 13, 14, 15 വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ പലർക്കും വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വാക്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കാറുണ്ട്. തെറ്റായി പ്രചരിപ്പിക്കുന്നവർ വളരെ ഉത്സാഹികളായ ആളുകളാണ്, അല്ലാതെ വചനം അറിയാത്തവരല്ല. വചനം അറിയുന്ന ആളുകളാണ് തെറ്റായി പ്രചരിപ്പിക്കാറ്. അവർ തെറ്റായി പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്, അതായത് ഈ 12 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, പുറപ്പാട് ദിവസം 34-ാം അധ്യായത്തിൽ മോശ 2ാമതും പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നതും അങ്ങനെ 2ാമത് പ്രമാണം ലഭിക്കുന്നതും, അങ്ങനെ മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖതേജസ്, മോശയുടെ ത്വക്ക് തേജസ് കൊണ്ട് പ്രകാശിക്കുകയാണ്. അപ്പോൾ ജനത്തിന് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ മോശ മുഖത്തെ മൂടുപടം മാറ്റുന്നു. ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മുഖത്തൊരു മൂടുപടം ഇടുകയാണ്. ഒരു മൂടുപടം കിടക്കുകയാണ്. ആ മൂടുപടം കിടക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പൗലോസ്ലീഹ ഇവിടെ പറയുകയാണ്, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെയും ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. സഹോദരങ്ങളെ, അതിപ്രഗത്ഭരായ ആളുകൾ ഈ വാക്യത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ? പഴയ നിയമം വായിച്ചാൽ മൂടുപടം വീഴുമെന്നാണ് പറയുന്നത്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം കിടക്കുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിലല്ല, നമ്മുടെ ലേഖനങ്ങളിലും പുതിയ നിയമത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. പഴയ നിയമം വായിക്കാനോ പഠിക്കാനോ അതിൻ്റെ ആ വഴിക്കേട്ടേ പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ മൂടപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ നമുക്കെല്ലാം വെളിപ്പെട്ട് വന്നു. ഇനി പഴയ നിയമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പഠിക്കണ്ട എന്നുള്ളതാണ് അവർ പറയുന്നത്. സത്യത്തിൽ സഹതാപം എന്നുള്ളതല്ല, സത്യത്തിൽ അങ്ങനെ പറയുന്നവരോട് നമുക്ക് സഹതാപം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അതായത് നമ്മൾ പഴയ നിയമം വഴിയല്ല ദൈവരാജ്യത്തിൽ വന്നത്, നമ്മൾ വന്നത് പുതിയ നിയമം വഴിയാണ്. നമ്മൾ വിജാതീയരായിരുന്നു, സുവിശേഷം കേട്ട് സുവിശേഷത്താൽ വീണ്ടും ജനിച്ച് അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്ന മനുഷ്യരാണ് നാം ഓരോരുത്തരും.
അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്ന നാം അങ്ങനെ ക്രിസ്തുവിനെ അറിയുവാനും കൂടുതൽ അറിയുവാനും വേണ്ടിയാണ് നമ്മൾ പഴയ നിയമത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ പഴയ നിയമത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ വെളിപ്പാടിൽ നമ്മൾ അടുത്ത് നിന്ന് കാണുകയാണ്. അങ്ങനെ ക്രിസ്തുവിനെ കാണുമ്പോൾ അതിൻ്റെ മറുപുറമാണ് ദൈവസഭ എന്നുള്ളത്. ക്രിസ്തുവിനെ ആഴത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ മറു സൈഡ് എന്താണ്? ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ ക്രിസ്തുവിനെ പഠിക്കുന്നു, ക്രിസ്തുവിനെ അനുഭവിക്കുന്നു, അപ്പോൾ സഭയാണ് വെളിപ്പെട്ട് വരുന്നത്. മറു സൈഡിൽ നിന്ന് നമ്മൾ സഭയെ കൂടുതൽ അടുത്തറിയും തോറും സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ മഹത്വമാണ് വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയണം. ഇവിടെ ആ വാക്യത്തിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട്. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. ആരുടെ ഹൃദയത്തിലാണ്? ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലല്ലേ പറയുന്നത് അവരുടെ ഹൃദയത്തിൽ മൂടുപടം കിടക്കുന്നു എന്ന്. അതായത് ഈ പഴയ നിയമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന യഹൂദൻ കണ്ണ് തുറക്കപ്പെട്ടവൻ അല്ലെന്നാണ് പറഞ്ഞു വരുന്നതിന്റെ സാരം. ഈ മൂടുപടം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? യഹൂദൻ വെളിപ്പാടില്ലാത്തവനാണ്, കണ്ണ് തുറക്കാത്തവനാണ്. അവൻ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ അവൻ്റെ ആ പഴയ ആചാര മര്യാദകളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട്, ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് അവൻ പുതിയ നിയമത്തിൻ്റെ വക്താവായി തീരുന്നു, കണ്ണ് തുറക്കപ്പെട്ടവനായി തീരുന്നു. അതിൻ്റെ വലിയൊരു പഠനം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. സംഖ്യാ പുസ്തകത്തിലേക്ക് പോയാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ അത് പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതെല്ലാം പറയാൻ പോവല്ല, പറയണമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു. പക്ഷെ സമയം ഒത്തിരി മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇനി മുൻപോട്ട് പോകുന്നില്ല, വാക്കുകളെ ചുരുക്കാം. ഈ പഴയ നിയമ ഭാഗമായ സംഖ്യാപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ കണ്ടത്? സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ മാത്രമാണ് കാണുന്നത്. അവിടുത്തെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്കും മേശയും മേശമേലുള്ള അപ്പവും പിന്നെ മുൻപോട്ട് വരുമ്പോൾ ഉള്ള ധൂപപീഠവും ഒക്കെ അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ മാത്രമാണ് കാണുന്നത്. അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ, മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന പെട്ടകത്തെയും അനുബന്ധമായ കാര്യങ്ങളെയൊക്കെ കാണുന്നത് അഹ്റോൻ എന്ന് പറയുന്ന മഹാപുരോഹിതൻ മാത്രമാണ്. ഇസ്രായേലിലെ 12 ഗോത്രക്കാരും സാമാന്യജനം ഒന്നും ഇത് കാണുന്നില്ല, അവർക്ക് ഇതൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ അവരുടെ ക്യാമ്പ് അഥവാ പാളയം മുൻപോട്ട് നീങ്ങുന്ന സമയങ്ങളുണ്ടല്ലോ, ആ നീങ്ങുന്ന സമയങ്ങളിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം പലവിധമായ ശീലകളിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. അതൊരിക്കലും ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന പെട്ടകമൊക്കെ ആയിട്ട് പോകുന്ന പടമൊക്കെ ആളുകൾ ഈ ഇന്റർനെറ്റിലൊക്കെ കിടക്കും. ആ പടമൊക്കെ കണ്ടിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇത് കൊണ്ടുപോകുന്നതെന്ന്. ഒരിക്കലുമല്ല. അതെല്ലാം പലവിധമായ ശീലകളിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. ജനത്തിന് കാണാൻ കഴിയുന്ന അതിൻ്റെ വെളിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ തണ്ട്, ആ ബാറുണ്ടല്ലോ, ആ തണ്ട് മാത്രമേ ജനത്തിന് കാണാൻ കഴിയുള്ളൂ. ബാക്കി ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല. ബാക്കി ചരിത്രത്തിൽ ആർക്കും കാണാൻ കഴിയില്ല. അപ്പം ചോദിക്കും ഫെലിസ്തീന് കണ്ടിട്ടില്ലെന്ന്. അതിപ്പോൾ കൂട്ടണ്ട, അത് വേറെ സബ്ജക്റ്റാണ്. ജനറൽ ആയിട്ടാണ് പറയുന്നത്. പൊതുവായി പറയുമ്പോൾ ഇസ്രായേലിന് അതൊരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വലിയവനായ ദൈവമാണ് അത് മൂടിയിട്ടിരിക്കുന്നത്. അതെല്ലാം മൂടിയിട്ടിരിക്കുകയാണ്. ആ മൂടി തുറന്നത് എന്നാണെന്ന് ചോദിച്ചാൽ മാളികമുറിയിലാണ്. മനസ്സിലാക്കിക്കൊള്ളണം. ആ മൂടിയൊക്കെ തുറന്നതെന്നാ മാളികമുറിയിലാണ് ആ മൂടി തുറന്നത്. ആ മൂടിയൊക്കെ തുറന്നിങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഭയങ്കര പ്രകാശനത്തിൽ, അല്ലേ, ആ വിളക്കിൻ്റെ പ്രകാശനത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയ ആ 12 പേരും പിന്നെ ആ 120 പേരും ഒക്കെ അത്ഭുതപ്പെട്ടു പോയി. അത്ര വലിയ വെളിപ്പാടുകളാണ് തുറന്നു വന്നത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ. അവിടെ മുതൽ ആ വെളിപ്പാടിലാണ് ക്രിസ്തീയ സഭ സഞ്ചരിച്ചത്. മൂടിയിട്ടതൊക്കെ ചരിത്രത്തിൽ മൂടിയിട്ടതൊക്കെ തുറക്കുകയാണ്. പുത്രനെ കുറിച്ചുള്ള തേജസ്സേറിയ സുവിശേഷം മറനീക്കി പുറത്തേക്ക് വരികയാണ്. അങ്ങനെയല്ലേ റോമൻ വാളുകളെ ഭയക്കാതെ ജനം ആ സുവിശേഷത്തെ മാറോട് ചേർത്ത് പിടിച്ച് മുൻപോട്ട് വന്നത്. അല്ലാതെ 500 രൂപയും കൊടുത്ത് കഞ്ഞിയും പയറും കൊടുത്തൊന്നും കൊണ്ടുവന്നതല്ല. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നത് കഞ്ഞിയും പയറും കൊടുത്താണോ? എന്താ നടേശൻ മുതലാളി പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സമൂഹത്തെക്കുറിച്ച് പഠിക്കണ്ടേ? ഇതെങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളത് തിരിച്ചറിയണ്ടേ? ഇത് ഉരുത്തിരിഞ്ഞു വന്നത് നരേന്ദ്രമോദിയുടെയോ പിന്നെ നമ്മുടെ ട്രംപ് അച്ചായൻ്റെയോ പുട്ടിനച്ചായൻ്റെയോ കാലത്തല്ല. ഉഗ്രന്മാരായ റോമൻ കൈസർമാരുടെ കാലത്താണ് ക്രിസ്തീയ സഭ സ്ഥാപിതമായത്. ഊരിപ്പിടിച്ച വാളിന്റെ കീഴിലാണ് ഇത് സ്ഥാപിതമായത്. ചോര പുഴയൊഴുകി. ക്രിസ്തീയ സഭയുടെ അടിത്തറയിൽ ചോരയാണ്, രക്തം കൊണ്ട് അടിസ്ഥാനം ഇട്ടിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി വന്ന ഒരു മാർഗമല്ലേ ഇത്? ആ മാർഗത്തെയൊക്കെ ആളുകൾ പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും ഏത് രീതിയിലാണെന്ന് നോക്കി.
അന്ന് ഇറങ്ങി വന്ന ഭക്തന്മാര് സിംഹത്തിന്റെ ഗുഹയിലേക്കാണ് എറിയുന്നത്. അവരെ തീക്കുണ്ടത്തിലേക്കാണ് എറിയുന്നത്. 500 രൂപയ്ക്ക് വേണ്ടി വരുന്നവൻ തീക്കുണ്ടത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? കഞ്ഞിക്കും പയറിനും വേണ്ടി വരുന്നവനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിയേണ്ട ആവശ്യമുണ്ടോ? ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കി. 500 രൂപയ്ക്ക് വേണ്ടി ആരെങ്കിലും മരിക്കാൻ വരുമോ? പ്രാന്തന്മാർ വരുമായിരിക്കും, സുഖമുള്ളവർ വരുമോ? പക്ഷെ എന്ത് കണ്ടിട്ട് അവർ ഇറങ്ങി വന്നത്? അവർ എന്തോ കണ്ടാ ഇറങ്ങി വന്നത് അല്ലേ? കഴിഞ്ഞ നാളുകളിൽ മൂടിയിട്ടിരുന്ന മൂടിശീലകളൊക്കെ മാറി വെളിപ്പാടിന്റെ ലോകം തുറക്കപ്പെട്ടിരിക്കുകയാണ്. പുത്രനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. പഴയ നിയമക്കാർക്ക് ഒന്നും വെളിപ്പെട്ട് കിട്ടാത്ത കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിൽ വെളിപ്പെട്ട് കിട്ടി. അതുകൊണ്ടാ പറയുന്നത് കൊള്ള കണ്ടു കിട്ടിയവരായിരുന്നു ആദിമ വിശുദ്ധന്മാര്. അവരാരും കൊരിന്ത് ലേഖനം എടുത്തു വെച്ചിട്ട് പറഞ്ഞില്ല നമുക്ക് സമൃദ്ധി വേണം കേട്ടോ, ഭൗതികമായ ഉയർച്ച വേണമെന്നൊന്നും പ്രസംഗിച്ചവരല്ല അവരാരും. അവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചവരാണ്. അതായത് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം. എന്നാ ഭയങ്കര വാക്കുകളാ ദൈവമേ, കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയതാ. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ ആ വിവേകപൂർണതയുടെ സമ്പത്ത് പ്രാപിക്കണം. താൻ ആ കാരാഗ്രഹത്തിൽ കിടന്ന് പോരാടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് HSBC-യിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ സമ്പത്ത് വർദ്ധിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പൗലോസ് പോരാടുന്നത്. അതിനുവേണ്ടിയാണ് പോരാടുന്നത്. അപ്പോൾ ഒരു മറുചോദ്യമുണ്ട്, നിങ്ങളൊക്കെ കഞ്ഞി കുടിച്ച് ജീവിക്കണ്ടേ സഹോദരങ്ങളെ? നിശ്ചയമായി നിങ്ങളെല്ലാം നല്ല രീതിയിൽ ജീവിക്കണം. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിശ്ചയമായും സംഭവിക്കട്ടെ, നടക്കട്ടെ. ചിലരെ ധനം ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സൂക്ഷിപ്പുകാരായിട്ട്. എല്ലാം സൂക്ഷിപ്പുകാർ മാത്രമാകട്ടോ. ചിലരുടെ കയ്യിൽ അധികം ധനം ഏൽപ്പിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ വേറെ പല താലന്തുകളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരോടുമുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാം വിശ്വസ്തരായിരിക്കുക. കർത്താവ് നടത്തും. അവിടുന്ന് വിശ്വസ്തനാണ്. നമ്മെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മെ പണിതൊരുക്കി അന്ത്യത്തോളം നടത്തും. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ ആരുടെയും ധനസമൃദ്ധിയെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും ചോദ്യം ചെയ്യുന്നയാളല്ല. പിന്നെ ഞാനൊരു ബുദ്ധിപദേശം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അതിനുവേണ്ടി പരക്കം പായുമ്പോൾ നിങ്ങൾക്ക് ആത്മീയമായി വളരാൻ കഴിയാതെ പോകും. അങ്ങനെ ഒരു ഭയം എന്നെ ഭരിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വിലയേറിയ സമയങ്ങൾ മറ്റു പല കാര്യത്തിനും ഉത്സാഹിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു സഭായോഗം കൊണ്ട് തൃപ്തിപ്പെടുന്നു, ബാക്കി ദിവസങ്ങളിൽ വചനം പഠിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് ഈ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ ഗൗരവമായ പോയിന്റ്സും ഗൗരവമായ ആശയങ്ങളും കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ആഴങ്ങൾ അറിയാൻ പാകത്തിന് നിങ്ങളൊരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ പ്രയോജനമില്ലാതെ പോകും, കാര്യങ്ങൾ പ്രയോജനമില്ലാതെ പോകും. ഈ പ്രസംഗങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. അത് പിന്നീട് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തണം. കൂടുതൽ പഠിക്കണം, കൂടുതൽ അന്വേഷിക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും ദൃഢതയുള്ളവരായി തീരണം. ഏത് പാത്രം പ്രസംഗിച്ചാലും, അതായത് അതിന് ബദല് പറയാന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് കാര്യം മനസ്സിലാകണം. ഇവര് നമ്മുടെ ഗുണത്തിനല്ല ഈ പറയുന്നതെന്ന് അപ്പം തന്നെ തിരിച്ചറിയാൻ കഴിയണം. ഇപ്പം നമ്മൾ കൊലേസ് ലേഖനത്തിലൂടെ വായിച്ച് അവസാനിപ്പിച്ച എന്താ? ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ വിവേകപൂർണതയുടെ സമ്പത്ത് പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. അല്ലാതെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അദാനിയെ പോലെ അംബാനിയെ പോലെ ആകുവാനല്ല വിളിച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ, വിദേശത്തുള്ള സൗകര്യങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, അവിടെ തൊഴിലിലായിരിക്കുന്നു, ബിസിനസ്സിലായിരിക്കുന്നു, അങ്ങനെ പലതിലുമായിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അവിടെ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. നിങ്ങളെ ഒന്നും കോടീശ്വരന്മാരാകാനല്ല ദൈവരാജ്യത്തെ വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ താൽക്കാലികമായി നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ചില തൊഴിലുകൾ ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള ആരോഗ്യവും കൃപയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. അതൊക്കെ വിശ്വസ്തയോടെ ചെയ്യുക. പക്ഷെ നിങ്ങൾ ദൈവവിഷയത്തിൽ സമ്പന്നരാകണം, നിർബന്ധമാണ്. നിങ്ങൾ ദൈവവിഷയത്തിൽ സമ്പന്നരാകണം. നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരാകണം. ക്രിസ്തു എന്ന തലയോളം വളരണം. ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയണം. അതെല്ലാം നിർബന്ധമാണ്. നാം ജയാളികൾ എന്ന നിലയിൽ കാഹളം ധനിക്കുമ്പോൾ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഓഹരിക്കാരും പങ്കാളികളുമായി മാറണം. അവിടെ എത്തപ്പെടുമ്പോഴാണ് നമ്മൾ ആ അനുഗ്രഹ പൂർത്തിയിലേക്ക് എത്തുന്നത്. നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് എത്തിയില്ല, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കൂട്ടിക്കോ. എന്തായിരിക്കും അവസ്ഥ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ പാസ്റ്റർ പണിയായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയാണല്ലോ.
അങ്ങനെ ഞാൻ ഓടി നടന്ന് ലോകരാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ കൊട്ടയ്ക്കകത്തേക്ക് ഇട്ടിട്ടിട്ട് കൊട്ടകൾ ഇങ്ങനെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. അതെല്ലാം കൊണ്ടുപോയി ഈ പറഞ്ഞ പോലെയുള്ള സ്വിസ് ബാങ്കിലൊക്കെ കമഴ്ത്തി. അങ്ങനെ സ്വിസ് ബാങ്കിലൊക്കെ എനിക്ക് കോടികളുടെ ആസ്തി ഉണ്ടായി, കോടികളുടെ ആസ്തി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ നിലയിലൊന്നും എത്തിയില്ല. ഞാൻ ദൈവത്തിൻ്റെ കാര്യപരിപാടിയായ തൻ്റെ സഭയെന്ന നിലയിൽ ആ സഭയുടെ പണിയുടെ പൂർണ്ണതയിലേക്ക് എത്തിയില്ല. അതായത് പുതിയ യെരൂശലേമിൻ്റെ ഓഹരിക്കാരനായി മാറിയില്ല. പക്ഷെ സഹോദരി ജ്യോതി അതിൻ്റെ ഭാഗമായി തീർന്ന് പുതിയ യെരൂശലേമിൽ കുഞ്ഞാടിനോടുകൂടെ ചേർന്ന് ജയാളികളുടെ സംഘത്തിലിരിക്കുമ്പോൾ വലിയ പ്രസംഗം പ്രസംഗിച്ചിട്ട് ഞാൻ കൊട്ടക്കണക്കിന് സമ്പാദിച്ചു കൂട്ടി സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു. ഞാൻ അവിടെ എത്തിപ്പെട്ടില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഞാൻ സ്വിസ് ബാങ്കിലൊക്കെ പോയി ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പ്രസംഗിക്കുകയായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെയുണ്ട്, വാരി വിതറേണ്ടതുണ്ട്. അതുകൊണ്ട് സജി പാസ്റ്റർക്ക് ദൈവം കോടികൾ തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാനത് സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതെടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിതറും. കോടികളുണ്ട്, എനിക്ക് ഇനിയും കോടികൾ വേണം. അപ്പം ഞാൻ വചനപ്രകാരമാണല്ലോ പറയുന്നത്. വചനത്തിലുണ്ടല്ലോ സകലത്തിൽ സമ്പന്നരാകണം, പിന്നെ വാരി വിതറേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാം സമ്പാദിച്ചു കൂട്ടി. പ്രസംഗത്തിലൊക്കെ ചിലപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ചേർക്കും. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് ഞാൻ സമ്പാദിച്ചു കൂട്ടി സ്വിസ് ബാങ്കിലിട്ടു. ഞാൻ ഭയങ്കര കോടീശ്വരനായി. കാഹളം ധരിച്ചു, എല്ലാവരും എടുക്കപ്പെട്ടു. നമ്മുടെ സഹോദരി ജ്യോതിയോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ബീന സഹോദരിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ തോമസ് സഹോദരനോ ഇവരൊക്കെ പുതിയ യെരൂശലേമിൽ കുഞ്ഞാടിനോട് കൂടി ഇരുന്ന് ആനന്ദിക്കുമ്പോൾ ഞാനോ ഭയങ്കര കോടീശ്വരൻ അല്ലേ, വലിയ കോടീശ്വരനായ ഞാൻ ആ പരിസരത്ത് പോലും അവരുടെ തേജസ്സിൻ്റെ ആ പ്രഭയുടെ പരിസരത്ത് പോലും എനിക്ക് അടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് വിളിക്കുമോ സഹോദരങ്ങളെ? ഈ ഒരു ചിന്തയാൽ നമുക്കിന്നങ്ങ് പിരിഞ്ഞേക്കാം. അത് മതി, ഇനി കൂടുതൽ പറയേണ്ട, സമയം ഒത്തിരിയായി. അപ്പോൾ ഇതൊരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ഈ ചിന്തകൾ നിങ്ങളെ കൂടുതൽ മുൻപോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആ ചിന്തകൾ ഞങ്ങളെ ഉത്തേജിപ്പിച്ചു, അല്ലെങ്കിൽ വെറുതെ ഞങ്ങളുടെ സമയം പോയിന്നോ എന്തെങ്കിലും എന്നെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ഞാൻ എന്നെ തന്നെയാണല്ലോ ഉദാഹരണത്തിന് വെച്ചത്. നമ്മുടെ സഹോദരിമാരെയാണ് മറു സൈഡിൽ വെച്ചത്. അവർ ജയാളികളുടെ സംഘത്തിൽ കുഞ്ഞാടിനോടുകൂടെ പുതിയ യെരൂശലേമിൽ സിംഹാസനത്തിലിരിക്കുമ്പോൾ വലിയ വർത്തമാനം പറഞ്ഞ ഞാൻ വചനം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? 2 കൊരിന്ത്യർ ലേഖനം നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 9-ാം അധ്യായം. വാരി വിതറേണ്ടതുണ്ട്, സകലത്തിൽ സമ്പന്നരാകേണ്ടതുണ്ട്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മെ സമ്പന്നരാക്കാൻ വന്നിരിക്കുന്നു. ഇതൊക്കെ പ്രസംഗിച്ച് നടന്ന് കോടീശ്വരനായി. പക്ഷെ നിത്യതയിൽ എത്തുമെന്ന് തന്നെ കണ്ടറിയണം. അത് 1-ാമത്തെ പോയിന്റ്. 2-ാമത്തെ പോയിന്റ് അവിടെ വന്നെന്ന് വിചാരിക്കുക. ഇനി എങ്ങാനും അവിടെ വന്നെങ്കിൽ ഈ പറഞ്ഞ യോഗ്യന്മാരുടെ നിലയിലേക്ക് എത്തിപ്പെട്ടില്ലെങ്കിൽ നിരാശയായിരിക്കില്ലേ? അല്ലല്ലോ, ലജ്ജിക്കില്ലേ? അതൊന്ന് ചിന്തിച്ചു നോക്കി. എന്തായിരിക്കും ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ അവസ്ഥയെന്ന്. ആ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അതായത് ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടും. അല്ലാതെ ഈ ലോകത്തിലുള്ള ചപ്പൻ ചവറും കൊടുത്താൽ ആരും അനുഗ്രഹിക്കപ്പെടില്ല. നിങ്ങൾ ക്രിസ്തുവിനെ കൊടുക്കുന്നവരായിരിപ്പിൻ. ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹം പകരുന്നവരാണ്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാണ് അല്ലേ? ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക, ക്രിസ്തുവിനെ കൊടുക്കുക, ആ നിലയിലേക്ക് വരുമ്പോൾ അവരും അനുഗ്രഹിക്കപ്പെടും. ഇത് വലിയ മർമ്മമാണ്, ഇത് വലിയ വെളിപ്പാടാണ്. ഇത് ഗ്രഹിക്കാൻ ഇത്തിരി എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഗ്രഹിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഗ്രഹിച്ചാൽ നിങ്ങൾ വാസ്തവമായി ആശ്വാസത്തിലേക്ക് വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.